ക്രോർസിലുള്ള കണക്കുകൾ പറഞ്ഞു തരും. ദ എമൗണ്ട് ഓഫ് റിസ്ക് ദേ ആർ ടേക്കിംഗ് ഇൻ ദെയർ ബിസിനസ്. കാരണം ബിസിനസ് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഫാൻസി, അവർ പുതിയ കാർ ഇറക്കുന്നു, വലിയ വീട് വെക്കുന്നു, കുറേ ഭയങ്കര ലാവിഷ് ലൈഫ് സ്റ്റൈൽ. ഇതൊന്നും അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു 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 മെൻ്റൽ ടോളുണ്ട്. അവരിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ എടുക്കുന്ന റിസ്ക് ഭയങ്കര ചെറുതാന്ന് തോന്നി. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ വലിയ പ്ലെയേഴ്സിനെ കണ്ടുപിടിക്കുക, അവരുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയുക ബ്രെയിൻ ഓപ്പൺ ആവും എന്നുള്ളത് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ലോകത്ത് എന്തൊക്കെ ഇൻവെൻഷൻസ് നടന്നുണ്ടോ അതൊക്കെ മിക്കതും പുരുഷന്മാരാണ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ദേ വർ നോട്ട് ലോക്ക്ഡ് ഇൻസൈഡ് ദെയർ ഹൗസ്. സ്ത്രീകൾ പണ്ട് മുതൽ ലൈക്ക് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ പോലും അവർ വി വേ ലോക്ക്ഡ് ഇൻസൈഡ് ആ ഹൗസസ്. അപ്പം തന്നെ എക്സ്പോഷർ ഇല്ല നമുക്ക്. പുരുഷന്മാർ പുറത്ത് പോകുന്നുണ്ട്, അവർക്ക് പോരായ്മകൾ മനസ്സിലാവുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ദേ വിൽ ഫീൽ ഇങ്ങനെ ഒരു ഇൻവെൻഷൻ കൊണ്ടുവരാമെന്ന്. ലൈക്ക് നമ്മൾ ഫുൾ ടൈം വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ലൈക്ക് വാട്ട് ക്യാൻ ബി ഇൻവെൻറ്റ്, നമുക്കൊന്നിൻ്റെയും പോരായ്മകൾ മനസ്സിലാവില്ല. അപ്പോൾ ഇന്നൊരു വുമൺ ആണെങ്കിൽ എല്ലാവരും എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും തയ്യാറായിട്ടുള്ളൊരു ഫോർച്ചുനേറ്റ്ലി സൊസൈറ്റി ഈസ് ചേഞ്ചിങ് ഫോർ ദ ബെറ്റർ. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നാളെ ചിലപ്പോൾ ഇതുണ്ടാവില്ല, നാളെ എല്ലാവരും ഒരുപോലെ ആവും. ലൈക്ക് വുമൺ ആൻഡ് മെൻ ഓൺട്രപ്രണേഴ്സ് ആർ ഓൺട്രപ്രണേഴ്സ്. ഇപ്പം സിൻസ് നമ്മളൊരു പുതിയ ഒരു സിലബസ് തുടങ്ങിയ പോലെ പുതിയൊരു സാധനം തുടങ്ങിയതുകൊണ്ട് there will be supporting systems, governments are supporting startups, the central and both state. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ വുമൺ ചെയ്യേണ്ടത്. there are a lot of difficulties. You don't have anybody to complain about. You are the boss. ആരെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയും? If there is something going on wrong in your company, I think it's the founder's mistake. If somebody is not working up to the mark, I think it's the founder's mistake. No systems, founder's mistake. Anything, laws, founder's mistake. Not enough leads, founder's mistake. Everything finally falls on a founder responsibility. And are you ready to take that toll, men or women regardless? ആൻഡ് അത് വെച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ചും കൂടി ഗ്ലോബൽ സിറ്റിസൺസിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നാക്കണം. ദേ ഡോണ്ട് ടെക്സ്റ്റ് യു ഓൺ വാട്സാപ്പ്, ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ്. അത് ഞാൻ മുന്നേ പുറത്ത് വർക്ക് ചെയ്തിട്ട് കേരളത്തിൽ വന്നപ്പോഴൊരു ഡിഫറൻസ് ആയിരുന്നു. ഇവിടെ എല്ലാം വാട്സാപ്പിലാണ്. പ്രപ്പോസലും MOയും ഇൻവോയ്സും എല്ലാം വാട്സാപ്പിൽ. എന്തെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ പോയി തിരിച്ച് തപ്പണം. അതിൻ്റെ ഇടയിൽ കുറേ സ്റ്റിക്കർ വായിക്കുന്നുണ്ടാവും. സോ ഇറ്റ് ഈസ് ലൈക്ക് അങ്ങനത്തെ കുറേ ഡിഫറൻസസ് ഉണ്ട്. ബട്ട് ടച്ച് വുഡ് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ അങ്ങനെ നമുക്കൊരു ഇതുണ്ടായത്. ആൻഡ് ഓൾസോ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ UK ഒരു ബ്രാഞ്ച് ഉണ്ടാവുക, അല്ലെങ്കിൽ ദുബായിലൊരു ബ്രാഞ്ച് ഉണ്ടാവുക എന്ന് കരുതിയിട്ട് ആ ബിസിനസ് ഭയങ്കര സക്സസ്ഫുൾ ആണ് നമ്മൾ ജഡ്ജ് ചെയ്യാനും പാടില്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് വർക്ക്. അതിന് ഞാൻ പറയാം പവർ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയും. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പവർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. കാരണം നമുക്ക് ലാംഗ്വേജ് അറിയാമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് റീസെൻ്റ്ലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവൾക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പം ഞാൻ ഫസ്റ്റ് അവളോട് പറഞ്ഞ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. നമ്മളെ മലയാളം അല്ലെങ്കിൽ മറ്റു ഭാഷകൾ മോശമായതുകൊണ്ടല്ല, പക്ഷേ ഇംഗ്ലീഷ് അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ്. ബിക്കോസ് അത് നമ്മൾ ഗ്ലോബലി ലൈക്ക് ഞാൻ അന്ന് മലയാളത്തിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇത്രയും ഇംഗ്ലീഷ് എന്ന ഭാഷ നിങ്ങൾക്ക് അറിയെങ്കിൽ ലൈക്ക് അതിനേക്കാളും പവർഫുൾ ടൂള് വേറെ ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ റംഷി നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ലൈക്ക് ഇപ്പോൾ 1500 ആണെങ്കിൽ പോലും നമ്മളെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ആപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, പണ്ട് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഷോപ്പ് എടുക്കണം, അത് സ്റ്റാഫുകളെ വെക്കണം, ഇത് അങ്ങനെ സ്റ്റാർട്ടിങ് തന്നെ ഒരു മേജർ ക്യാപിറ്റൽ കാണണം, മേജർ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം ഒരുപാട് ലക്ഷങ്ങളും കോടികളും ഒക്കെ കൊടുത്തിട്ടാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ വി ഹാവ് സോഷ്യൽ മീഡിയ. നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ അത് അത്രയും പേരിലേക്കാണ് എത്തുന്നത്. കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഓൺലൈൻ MBA ഉണ്ട്, BBA ഉണ്ട്. ഇതിൽ നിന്നൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഞാൻ കൂടുതൽ നോക്കുക, സ്കില്ലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസും. കാരണം ഇനിയിപ്പോൾ സ്കില്ലിൽ കുറച്ച് വീക്കാണെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടാവും, ഒരു വർക്കിൻ്റെ ഒരു ഫ്ലോ എങ്കിലും പഠിച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഐ തിങ്ക് സ്കിൽ. 2 യങ് എന്റർപ്രണേഴ്സ് ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. കൂടെ വുമൺ എന്റർപ്രണേഴ്സ് ആണ്. വെൽക്കം ഫാത്തിമ യഹിയ ആൻഡ് റംഷീന മഹമ്മൂദ്. താങ്ക് യു. 2 പേരുടെയും
ജേണി നല്ല രസമുള്ള, എനിക്ക് ഭയങ്കര പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റിയതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജേണി. എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഒരു ബിസിനസ് ഫാമിലി അല്ല എന്ന് തോന്നുന്നു എനിക്ക്. പ്രത്യേകിച്ചിട്ടും ഫാത്തിമന്റെ ഉപ്പാക്ക് ഗൾഫിലാണ്, റംഷീനിന്റെ ആണെങ്കിലും ആ രൂപത്തിലാണ്. അപ്പം ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യണം, ഞാനൊരു എന്റർപ്രണർ ആവണമെന്ന് ആദ്യമായി ചിന്തിച്ചത് ഏത് സമയത്തായിരുന്നു ഫാത്തിമ? ഞാൻ ഒരു ട്യൂഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വർക്ക് അതായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈമായിട്ട് ഒരു ട്യൂഷനിൽ ജോലിക്ക് കയറിയതാണ്, ടീച്ചറായിട്ടും അഡ്മിനിസ്ട്രേറ്ററായിട്ടും. പിന്നെ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 2-3 മാസം വർക്ക് ചെയ്തപ്പോഴേ മനസ്സിലായി ഒരാളെ അണ്ടറിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. ആ ചെറുപ്രായത്തിൽ എനിക്ക് ബോധം വന്ന്. അതുകൊണ്ട് ലൈക്ക് ബിസിനസ് എന്നുള്ളത് അന്നേ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഇത് ആ ഒരു സമയത്തെ ചിന്ത ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നായിട്ട് ഒരു ചെറിയ ഓൺലൈൻ ബിസിനസ്സും ചെയ്തിരുന്നു. അപ്പോഴേ എനിക്കിങ്ങനെ ഓക്കെ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ലൈക്ക് ഒരാൾ അണ്ടറിൽ നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്ത്. ലൈക്ക് ആ ഒരു ലൈക്ക് കറക്റ്റ് ടൈമിങ്ങിന് എത്താൻ, നമ്മുടെ പേഴ്സണൽ ലൈഫ് സാക്രിഫൈസ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും എനിക്ക് തോന്നി. കാരണം പേഴ്സണൽ ലൈഫ് ഇല്ലാണ്ട് പിന്നെ എത്ര കാശുണ്ടാക്കിയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അന്നേ ആ ഒരു ബോധം വന്ന് അങ്ങനെയാണ് എനിക്ക് ആ ഒരു ചിന്ത വന്നത്. ലൈക്ക് ഓൺട്രപ്രണർ ആവണം അല്ലെങ്കിൽ ബിസിനസ്സാണ് ബെറ്റർ വേ എന്ന് തോന്നിയത്. കോണ്ടന്റ് റൈറ്റർ ആയിട്ടാണ് ജോലി ആരംഭിക്കുന്നത്. കോണ്ടന്റ് റൈറ്റർ ഭയങ്കര ഒരു പിന്നെ ക്രിയേറ്റീവ് സാധനമാണ് കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആ ക്രിയേറ്റീവ് ബിസിനസ്സിലേക്കുള്ള ഒരു ജേണി എങ്ങനെയാണ്? എൻ്റെ സൈഡ് ഓഫ് സ്റ്റോറി പറയുകയാണെങ്കിൽ പ്യുവർലി ഔട്ട് ഓഫ് നെസസിറ്റി എന്ന് പറയും, ഇഫ് ഐ എം ബീങ് വെരി വെരി ഓണസ്റ്റ്. കാരണം സംടൈംസ് ഓൺട്രപ്രണർ ആവണം, ഇപ്പം ഫാത്തിമൻ്റെ കേസിലാണെങ്കിൽ ഷീ ഹാഡ് ദാറ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ഫ്രം എ വെരി യങ് ഏജ്. എന്നെ സംബന്ധിച്ച് ഞാൻ ജോലി ചെയ്തുകൊണ്ട് വന്ന ആളാണ്. ഐ വാസ് വർക്കിംഗ് ഇൻ ഖത്തർ ബിഫോർ. ആഫ്റ്റർ ദാറ്റ് ഐ മൂവ് ടു കാലിക്കറ്റ്. ഇവിടെയാണെങ്കിലും കോണ്ടന്റ് റൈറ്റിംഗ് എനിക്ക് കുറച്ച് കംഫർട്ട് സോണിൻ്റെ ആളായിരുന്നു ഞാൻ. അവിടുന്ന് ഞാൻ അതിനെ ആ ഒരു ക്രിയേറ്റീവ് സ്പേസിനെ ബ്രേക്ക് ചെയ്തൊരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരുന്നത് ബിക്കോസ് ദർ ആർ സർട്ടൻ തിങ്സ് ഐ വാണ്ടഡ് ടു ഡു. അത് ചെയ്താലേ എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ. അത് ചെയ്യാൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഐ ടേക്ക് ദ ചാർജ് ആൻഡ് ഐ ഡു ദാറ്റ്. ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എനിക്ക് ആ ഒരു സ്കില്ലുണ്ട് എന്നുള്ളത്. ബിക്കോസ് കുറച്ച് സമയം ഞാൻ ഫ്രീലാൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുമ്പോൾ ഓൺട്രപ്രണർഷിപ്പിലേക്ക് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് എപ്പോഴും ഒരു വാട്ടർ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീൽഡാണ് ഫ്രീലാൻസിങ്. അവിടെ നിങ്ങൾ തന്നെ ആയിരിക്കും അക്കൗണ്ടൻറ്റ്, നിങ്ങൾ തന്നെ ആയിരിക്കും ബിസിനസ് ഓണർ, നിങ്ങൾ തന്നെ ആയിരിക്കും സെയിൽസ്മാൻ, നിങ്ങൾ തന്നെ ആയിരിക്കും സർവീസ് പ്രൊവൈഡറും. അപ്പോൾ ആ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺട്രപ്രണർഷിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജുവൽസ് ആണ് പിന്നെ ഫാത്തിമന്റെ ബിസിനസ്സായി വരുന്നത്. അപ്പം ചെറുപ്പത്തിലെ ജുവൽസിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്, അല്ലെങ്കിൽ പുതിയ പുതിയ ഡിസൈൻസിന് ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു? ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന് വെച്ചാൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ലൈക്ക് ഞാനും എൻ്റെ താത്തയും കമ്മൽ പോലും ഇടില്ലായിരുന്നു. വെച്ചാൽ ചെറുപ്പം മുതലേ ഗേൾസിന് ഗോൾഡ് ഉണ്ടാവും, കമ്മലാവട്ടെ മാലാവട്ടെ, ഞാനും താത്തയൊക്കെ അയച്ചിട്ട് ഉമ്മക്ക് കൊടുത്ത് വേണ്ട പറഞ്ഞാൽ വേണ്ട. ലൈക്ക് അത്രയും ഈ ടീനേജ് ആവട്ടെ ഒരു ജ്വല്ലറി, ഒരു റിങ് പോലും ഇടില്ലായിരുന്നു. പക്ഷെ ഒരു തവണ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ജുംക്ക ഇട്ടു നോക്കി ഞാൻ. അപ്പോൾ എനിക്ക് കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഭയങ്കര ഭംഗി ഫീൽ ചെയ്ത് എന്നെ തന്നെ. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ലൈക്ക് അതിനാകെ 50 റുപ്പീസ് ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് ഇതിന് 50 റുപ്പീസ് ആണെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് എത്ര കുറവായിരിക്കും, ഇതിനേക്കാളും കുറവായിരിക്കില്ലേ എന്ന് അങ്ങനെ ഒരു ഐഡിയ വന്നു. ലൈക്ക് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ചെറിയ സാധനങ്ങൾ. ചെറുപ്പം മുതലേ ചെറിയ ചെറിയ സാധനങ്ങൾ ഇഷ്ടമാണ്. ലൈക്ക് സ്മോൾ തിങ്സ്, വലിയ വലിയ സാധനത്തിനേക്കാളും. അപ്പം എനിക്കിങ്ങനെ ലൈക്ക് അതിങ്ങനെ ജ്വല്ലറി പിടിക്കുമ്പോഴും ഇടുമ്പോഴും പിന്നെ പാക്കിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ജ്വല്ലറി ബിസിനസ്സിലേക്ക് എത്തിയത്. ലൈക്ക് പിന്നെ ഞാനിത് അപ്പന്നെ കണ്ടാൽ പറയൂല മുന്നേ ജ്വല്ലറി യൂസ് ചെയ്യാത്ത ആളാണെന്ന്. ലൈക്ക് ഇപ്പം ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. കാരണം ജ്വല്ലറി യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ വി കാൺ, അത് ജ്വല്ലറി ഇല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല. അപ്പം അങ്ങനെയാണ് ജ്വല്ലറിയിലേക്ക് എത്തിയത്. ഫസ്റ്റ് ജുംക്കാസ് മാത്രം വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. എന്നിട്ടാണ് മെല്ലെ മെല്ലെ ഓരോരോ സ്റ്റെപ്പ് എടുത്ത് ബാക്കി എല്ലാത്തിലേക്കും എത്തിയത്. റംഷി നോർമലി ഞാൻ പറഞ്ഞല്ലോ കോണ്ടന്റ് ക്രിയേറ്റിംഗ് ആണ്.
ബിസിനസ്സിലേക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്വൈസ് ഒക്കെ ഏതെങ്കിലും ആളുകളുടെ അടുത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു? ഡെഫിനറ്റ്ലി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ സർവീസ് പ്രൊവൈഡ് അപ്പോഴും ചെയ്യുന്നത് കൊണ്ട് ഐ ഹാഡ് കണക്ഷൻസ് വിത്ത് ബിസിനസ് ഓണേഴ്സ്. അപ്പോൾ അവരുടെ മന്ത്ലി മീറ്റിംഗ് ഉണ്ടാവും. ആ സമയത്ത് ഞാൻ മന്ത്ലി മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ചോദിക്കും. ബിക്കോസ് ദേ ഹാവ് ട്രാവൽഡ്, നമ്മളെക്കാളും കുറേ മുന്നിലെത്തിയ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. സോ വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ഇതൊരു ബിസിനസ് ആക്കുന്നതിന് എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ വാട്ട് ഇഫ് ഐ ലൂസ്, ഞാൻ ലോസിലേക്ക് പോയാൽ ഇങ്ങനെയാവും, പ്രോഫിറ്റബിൾ ആയില്ലെങ്കിലോ, അങ്ങനെയൊക്കെയുള്ള ബിക്കോസ് ഐ ഓൺലി നോ ദ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ബിസിനസ്സിൻ്റെ. അപ്പോൾ അവരുടെ ക്രോർസിലുള്ള കണക്കുകൾ പറഞ്ഞു തരും. ആൻഡ് ദ എമൗണ്ട് ഓഫ് റിസ്ക് ദേ ആർ ടേക്കിംഗ് ഇൻ ദെയർ ബിസിനസ്. കാരണം ബിസിനസ് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഫാൻസി, അവർ പുതിയ കാർ ഇറക്കുന്നു, വലിയ വീട് വെക്കുന്നു, കുറേ ഭയങ്കര ലാവിഷ് ലൈഫ് സ്റ്റൈൽ, ഇതൊന്നും അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു മെൻ്റൽ ടോൾ ഉണ്ട്. അവരിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ എടുക്കുന്ന റിസ്ക് ഭയങ്കര ചെറുതാന്ന് തോന്നി. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ വലിയ പ്ലെയേഴ്സിനെ കണ്ടുപിടിക്കുക, അവരുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയുക ബ്രെയിൻ ഓപ്പൺ ആവും എന്നുള്ളത് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും കമ്പനീൻ്റെ ഫേസ് ആണ്. അപ്പം തോയന്റെ ഫേസ് ആണ് ഫാത്തിമ, നമ്മുടെ നമ്മുടെ റിഫോം മീഡിയന്റെ ഫേസ് ആണ് റംഷീന എന്ന് പറയുന്നത്. ഞാൻ ഫാത്തിമനെ ഫസ്റ്റ് നമ്മൾ ആദ്യം അറിയുമെങ്കിലും ഫാത്തിമ ഫസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. നമുക്ക് 400 ഓർഡർ കിട്ടി, അതിന്റെ സന്തോഷം പറയുന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കുട്ടി ഈ രൂപത്തിൽ ചെയ്യുന്ന. അപ്പം റംഷീനെ ആണെങ്കിലും കമ്പനി തുടങ്ങുമ്പോൾ തന്നെ റംഷീനെ തന്നെ കാണിച്ചിട്ടാണ് ഫേസ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പം ആഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചിരിക്കാറുണ്ട് നിങ്ങളുടെ ആഡൊക്കെ കാണുന്ന സമയത്ത്. അപ്പം ഞാൻ തന്നെ എന്റെ കമ്പനീന്റെ ഫേസ് ആവണമെന്ന്. ഇപ്പൊ നമ്മൾ അറ്റ്ലസ് ജ്വല്ലറി ഒക്കെ പണ്ട് തുടങ്ങുന്ന സമയത്ത് മൂപ്പര് പറയുക വിശ്വസ്ത സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ ഇയാള് പൈസ ലാഭിക്കാനാണോ, ഇയാൾ എന്നെ പരസ്യം വേറെ ആളെ കൊടുക്കാതെ എന്നൊക്കെ നമ്മൾ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്നാൽ എല്ലാ ഓണേഴ്സും ഇതേപോലെ ഫേസ് ആയി വരാൻ തുടങ്ങി. അപ്പം ഞാൻ തന്നെ എന്റെ കമ്പനീന്റെ ഫേസ് ആവണമെന്ന് എപ്പോഴാണ് ചിന്തിച്ചത്? ആക്ച്വലി അങ്ങനെ തുടങ്ങിയതല്ല. വെച്ചാൽ ഞാൻ എൻ്റെ കമ്പനീൻ്റെ ഫേസ് ആയിരിക്കണം എന്ന് തുടങ്ങിയതല്ല. ലൈക്ക് ഓൺലൈനിൽ ബിസിനസ് വളർത്തണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ചുമ്മാ ഓബ്ജക്ട്സ് ഇട്ടിട്ട് കാര്യമില്ല. ലൈക്ക് ഞാൻ ഇപ്പോൾ ജ്വല്ലറിയാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ജ്വല്ലറീൻ്റെ ഇങ്ങനെ എല്ലാ വീഡിയോസും ഇട്ടിട്ട് കാര്യമില്ല. ലൈക്ക് പീപ്പിൾ വാണ്ട് കണക്ട്, ലൈക്ക് ആളുകൾക്ക് കണക്ഷൻ ഫീൽ ചെയ്യണം. ലൈക്ക് ഒരാളുണ്ട് ഇതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റും. മെയിനായിട്ട് അതായിരുന്നു റീസണ്. ലൈക്ക് ഓൺലൈൻ ബിസിനസ് തുടങ്ങിയപ്പോൾ ഇന്ന് ഭയങ്കര ലൈക്ക് സുലഭമാണ് ഓൺലൈൻ ബിസിനസ്. ലൈക്ക് എല്ലായിടത്തും ഉണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ 5 വർഷമായി തുടങ്ങിയിട്ട്. അപ്പോൾ 5 വർഷം മുന്നേ ആളുകൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഓൺലൈനിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഓർഡർ ചെയ്യാൻ പറ്റുമോ. അന്നൊന്നും റീൽസ് ഇല്ലാത്ത കാലം അല്ല, റീൽസ് ജസ്റ്റ് ലോഞ്ച് ആയ സമയം. അപ്പം അവർക്കൊക്കെ പേടിയായിരുന്നു ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങാൻ പറ്റും. അപ്പോൾ ആദ്യമാണ് ജുംകാസിൻ്റെ മാത്രമായിരുന്നു വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ടത്. പിന്നെ എനിക്ക് മനസ്സിലായി ലൈക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കണം. ലൈക്ക് പീപ്പിൾ വാണ് ലൈക്ക് ഒരിക്കൽ കാണണം ഞാൻ ഇങ്ങനെ ഒരു ശരിക്കത്തെ ആളുണ്ട്. ഇപ്പോഴും നമ്മളെ തൗയൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ ഇപ്പം ഒരു പാർട്ട്ണറും കൂടെ വന്നു. അപ്പം ഫസ്റ്റ് കാണുന്ന എൻ്റെ പാർട്ട്ണറിൻ്റെ ഫോട്ടോ, എന്നിട്ട് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ ഫാത്തിമ ആൻഡ് ഷംറാസ് ഫ്രം കാലിക്കറ്റ് കേരള. അതങ്ങനെ വെക്കാൻ കാരണം ഇപ്പം നമ്മളായാലും ഒരു അറിയാത്തൊരു വെബ്സൈറ്റിൽ കയറുമ്പോൾ ഒരിക്കലും വാവ് അവരെ ഫസ്റ്റത്തെ ഇമേജ് സോ ഗുഡ് അങ്ങനെ പറയില്ല. നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക ഇതുള്ളതാണോ, ട്രസ്റ്റബിൾ ആണോ. അപ്പോൾ ലൈക്ക് കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സാണ് കയറാൻ പോകുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ്, റീൽസ് ത്രൂ ആണ് ഫുള്ളും ചെയ്യുന്നത്, മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പം കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് കയറുമ്പോൾ എനിക്ക് എൻ്റെ പ്രോഡക്ട്സിനേക്കാളും ഫസ്റ്റ് അവർക്ക് അതെ ശരിക്കും ഇങ്ങനെ ഫാത്തിമ ആൻഡ് ഷംറാസ് പറഞ്ഞ ആൾ കോഴിക്കോടുള്ളവരാണ്, നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാമെന്നാണ് ആ ഇമേജിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്. മുന്നേ പാർട്ട്ണർ വരുന്ന മുന്നേ ആണെങ്കിൽ എൻ്റെ ഇമേജ് ആയിരുന്നു. അപ്പോൾ അതെന്തിനാ വെക്കുന്നത് വെച്ചാൽ ആ വിശ്വാസം വരാൻ. അങ്ങനെയാണ് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത്, ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കുള്ളൊരു കുട്ടിയാണ്, നിങ്ങളെ പറ്റിക്കൂല, ഇങ്ങനെയുള്ള ആളാണ്, നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ആണ്, അത് കൊടുത്ത് വാങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും പേടിയുണ്ടാവും. പിന്നെ ഒരുപാട് സ്കാമുകളുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ്, എനിക്കിതുവരെ എക്സ്പീരിയൻസ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായില്ല, പക്ഷെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിന് കുറേ പൈസ പോയിട്ടുണ്ട്. ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് കല്ലും മിറർ അങ്ങനത്തെ ഒക്കെ ചുമ്മാ പൊട്ടിയ സാധനങ്ങളൊക്കെ കിട്ടിയിട്ട്
അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്താലേ ആളുകൾ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള. മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായ വീഡിയോസ് ഇടുന്ന മുന്നേ കസ്റ്റമേഴ്സ് ചോദിക്കും നിങ്ങളെങ്ങനെ നമ്മൾ വിശ്വസിക്കാന്ന്. അപ്പം ഞാൻ ചെയ്യല് 1 വ്യൂ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും. ഞാൻ ശരിക്കുള്ളതാണ്, ഇതാ എൻ്റെ വീട്, റൂം, സാധനങ്ങൾ, ഇതാ നിങ്ങളെ ഓർഡേഴ്സാണ്, പേടിക്കണ്ട. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇട്ട് തുടങ്ങണം. ഭയങ്കര മടിയായിരുന്നു, പേടിയായിരുന്നു, ആളുകൾ എന്ത് വിചാരിക്കുന്നു ഫസ്റ്റ് ചിന്തിച്ച് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലൈക്ക് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് പേഴ്സണൽ ബ്രാൻഡിങ്ങും അതൊക്കെ. അല്ലാണ്ട് എല്ലാം മറന്നിട്ട് തുടങ്ങിയതല്ല, തുടങ്ങിയപ്പോ അറിഞ്ഞതാണ് ഒക്കെ. അല്ല, പിന്നീട് ചെയ്യുമ്പോ തന്നെ ഒരുപാട് തമാശ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ സ്വയം തന്നെ കണ്ടെത്തിയതാണ് ഇങ്ങനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേജിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കുക. അതെ അതെ, ലൈക്ക് എനിക്ക് എപ്പോഴും ഞാൻ പിന്നെ മനസ്സിലാക്കുന്ന ബി യുവർ സെൽഫ്. ലൈക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു സീരിയസ് ആയിട്ടുള്ള ആളെ കണ്ടാൽ അവർക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അധിക പേരും ലൈഫിൽ സീരിയസ് അല്ലാത്തവരാണ്. ലൈക്ക് എല്ലാവരും കുറച്ചും കൂടെ ഫ്രീ ആയി ചിന്തിച്ച് ലൈക്ക് അപ്പോൾ ഒന്നും കൂടെ കണക്ഷൻ കിട്ടും ആൻഡ് ഒന്നും കൂടെ എൻഗേജ്മെൻറ്റ് കിട്ടും. ആളുകൾ പിന്നെ പിന്നെ കാണുമ്പോൾ പറയാൻ തുടങ്ങി ആ വീഡിയോ കണ്ട് നല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ സ്ട്രൈക്ക് ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ തൗയക്ക് മാക്സിമം റീച്ച് കിട്ടുക, അല്ലെങ്കിൽ ആളുകൾ തൗയനെ കുറിച്ച് സംസാരിക്കുക. ലൈക്ക് എപ്പോഴും തൗയ അവിടെ ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നാലും ലൈക്ക് തൗയ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ലൈക്ക് ആളുകളെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ആവണം. ആ ഒരു കോൺസെപ്റ്റിലാണ് ചെയ്യാൻ തുടങ്ങിയത്. ലൈക്ക് എല്ലാ രീതിയിലും ചെയ്യണമെന്ന് മനസ്സിലായി. ഫണ്ണി കോണ്ടൻസ് ചെയ്യണം, സീരിയസ് കോണ്ടൻസ് ചെയ്യണം, പ്രോഡക്ട്സ് കാണിച്ചിട്ടുള്ള കോണ്ടൻസ് ചെയ്യണം, അല്ലാണ്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് ചെയ്യണം. എല്ലാം കൂടാണ് എന്നുള്ളത് അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തതാണ്. നമ്മള് റംഷീനിലേക്ക് വരുമ്പോ റംഷീനെ കോണ്ടന്റ് ക്രിയേറ്റർ ആവുന്നു. കോണ്ടന്റ് ക്രിയേറ്റർ നമ്മൾ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യുന്നു, ഓരോ കമ്പനീനെ അടുത്ത് പിന്നെ കൊളാബ് ചെയ്തിട്ട് ചെയ്യുന്നു. പിന്നീട് റംഷീന ഒരു കമ്പനി ആരംഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അതിന്റെ ഫേസ് ആവണമെന്ന് റംഷീൻ എന്തുകൊണ്ടാണ് ചിന്തിച്ചത്? ഐ തിങ്ക് ഫേസ് ആവണം എന്നുള്ള നമ്പർ 1 റീസൺ ട്രസ്റ്റ് തന്നെയാണ്. കാരണം പിന്നെ ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ഫാത്തിമ സംസാരിക്കുന്നത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ആൾക്കാളെ പ്രൊഡക്റ്റിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ട്, ഇത് നല്ല പ്രൊഡക്റ്റാണ് ആൻഡ് സ്വന്തം ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആവും എന്നുള്ള എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതേപോലെ എനിക്കറിയാം ഈ സർവീസ് കൊണ്ട് ഒരു ബിസിനസ്സിന് ഹെൽപ്പ് ഉണ്ടാവും, ബിസിനസ് ഇമ്പ്രൂവ് ആവും, അല്ലെങ്കിൽ അവർക്ക് ഒരു പേഴ്സണിന് ആ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്താൽ നല്ലതാണ്, ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു അത്രയേ നമുക്കിത് സെല് ചെയ്യാൻ പറ്റുള്ളൂ. കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അറ്റ് എ ടൈം എത്ര പേരെ കോൾ ചെയ്യാൻ പറ്റും, എത്ര പേരെ വീഡിയോ മീറ്റിങ്ങിൽ ഇരുന്നിട്ട് എൻ്റെ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, എത്ര പേരെ പോയി കാണാൻ പറ്റും. ഒരു മാസം കൂടിപ്പോയാലൊരു 60 പേര്, എല്ലാ ദിവസവും 2 പേരെ കണ്ടാലും 60 പേരെ കാണാൻ പറ്റുള്ളൂ. അതേസമയം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ 1500 വ്യൂ ഉള്ളൂ എന്ന് വിചാരിക്കും. ദാറ്റ് ഈസ് സ്റ്റിൽ ഒരു 10x or 20x ബെറ്റർ ദാൻ സിറ്റിംഗ് ഇൻസൈഡ് ആൻ ഓഫീസ്. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിനാണ് എങ്ങനെ മാക്സിമം എൻ്റെ ബിസിനസ്സിലേക്ക് എത്താം, എൻ്റെ ബിസിനസ് ബൈ ചെയ്യുന്ന ആൾക്കാരിലേക്ക് എത്താം എന്നുള്ളൊരു ഇതാണ്. ആൻഡ് ദെൻ സോഷ്യൽ മീഡിയ നമുക്കറിയാം ഫ്രീ പ്ലാറ്റ്ഫോം ആണ്, ഗ്ലോബൽ എക്സ്പോഷർ ആണ്, വൈ നോട്ട് യൂസ് ഇറ്റ് റാദർ ദാൻ സിറ്റിംഗ് ഓൺ ഇറ്റ് ആൻഡ് സ്ക്രോളിംഗ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിനാണ് ഡെഫിനറ്റ്ലി വന്നത്. ആൻഡ് ഐ വാസ് എ ഷൈ പേഴ്സൺ. എനിക്ക് കോണ്ടന്റ് ക്രിയേഷൻ എനിക്ക് പറ്റുന്നൊരു പണിയാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല അൺടിൽ ഒരു 3 years ബാക്ക്. ഞാനും ബൈ ചാൻസ് നമ്മൾ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഒരു ക്ലയൻറ്റിൻ്റെ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ നമ്മളിങ്ങനെ പറയില്ല, നീ കൊള്ളാം, നീ ചെയ്തോളൂ, അങ്ങനെ വെറുതെ വൺ ഓഫ് മൈ കൊളീഗ് പുഷ്ഡ് മീ ടു ഡു ദാറ്റ്. അപ്പം ഞാൻ അവർക്ക് അതൊരു ജസ്റ്റ് ഒരു പാരൻറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സെഷനായിരുന്നു. ഐ ഡിഡ് ദാറ്റ് ആൻഡ് ഐ ഡിഡ്ന്റ് ഫീൽ എനി അൺകംഫർട്ടബിൾ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഐ വാസ് ലൈക്ക് ഇത് കൊള്ളാലോ. ദെൻ ദ ക്ലയൻസ് ഓൾസോ ആസ്ക്ഡ് മീ അഗെയിൻ അത് അവരുടെ ബാക്കിയുള്ള വീഡിയോസും കൂടി ചെയ്യും. ഞാൻ അതും ചെയ്ത് എനിക്കിതൊരു വർക്കായിട്ടേ തോന്നുന്നില്ല. അപ്പം എനിക്ക് അത് ഈസി ആയിട്ട് വഴങ്ങുന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ഡു ദാറ്റ്. ദാറ്റ് ഈസ് വാട്ട് നമ്മൾ പറയില്ലേ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള സാധനം. അപ്പം എനിക്ക് പറ്റുന്ന പണിയാൻ തോന്നിയോണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. നമ്മൾ ലോകത്താണെങ്കിലും നമ്മുടെ രാജ്യത്താണ്, കേരളത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ എന്റർപ്രണർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആണുങ്ങളുടെ ഫേസ് ആണ് മോസ്റ്റ്ലി വരാം. അല്ലെ ഒന്നെങ്കിൽ നമുക്ക് യൂസഫ് അലീൻ്റെത്, അംബാനിൻ്റെത്, അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളുടെ ഫേസസ് ആണ് നമുക്ക് മോസ്റ്റ്ലി വരാം. ഒരു പിന്നെ സ്ത്രീ എന്ന നിലയിൽ പിന്നെ എന്റർപ്രണർഷിപ്പിലേക്ക് ആണുങ്ങൾക്കാണോ അല്ലെങ്കിൽ സ്ത്രീകൾക്കാണോ എന്റർപ്രണർഷിപ്പ് ഭയങ്കര സിമ്പിൾ ആയിട്ടുണ്ടാവും?
അത് ഒബ്വിയസ്ലി പുരുഷന്മാർക്കാണ് ഈസി. കാരണം എന്താ വെച്ചാൽ അവർക്ക് പുറത്തു പോകാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്. ലൈക്ക് ഇതുവരെ ഇപ്പം ഇത്രയും കാലത്തെ ഒരുപാട് ഇൻവെൻഷനുകൾ, ലോകത്ത് എന്തൊക്കെ ഇൻവെൻഷൻസ് നടന്നുണ്ടോ അതൊക്കെ മിക്കതും പുരുഷന്മാരാണ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ദേ വർ നോട്ട് ലോക്ക്ഡ് ഇൻസൈഡ് ദെയർ ഹൗസ്. സ്ത്രീകൾ പണ്ട് മുതൽ ലൈക്ക് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ പോലും അവർ ദേ വേ ലൈക്ക് വി വേ ലോക്ക്ഡ് ഇൻസൈഡ് ആ ഹൗസസ്. അപ്പം തന്നെ എക്സ്പോഷർ ഇല്ല നമുക്ക്. പുരുഷന്മാർ പുറത്തു പോകുന്നുണ്ട്, അവർക്ക് പോരായ്മകൾ മനസ്സിലാവുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ദേ വിൽ ഫീൽ ഇങ്ങനെ ഒരു ഇൻവെൻഷൻ കൊണ്ടുവരാമെന്ന്. ലൈക്ക് നമ്മൾ ഫുൾ ടൈം വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ലൈക്ക് വാട്ട് ക്യാൻ ബി ഇൻവെൻറ്റ്, നമുക്കൊന്നിൻ്റെയും പോരായ്മകൾ മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സംഭവം കൊണ്ടുവരണമെന്ന് ഒരു ഐഡിയ വരില്ല. കാരണം നമ്മളെപ്പോഴും വീട്ടിൻ്റെ ഉള്ളിലാണ്. ആൻഡ് എക്സ്പോഷർ ഇല്ലാത്തോളത്തോളം കാലം ലൈക്ക് ഇങ്ങനെ തന്നെ പോവും. ആൻഡ് ഇപ്പം ഒന്നുകൂടെ ബെറ്റർ ആൻഡ് ഈസി ആവാനൊക്കെ കാരണം ഈ ഓൺലൈൻ മേഖല ഉള്ളതിനെ കൊണ്ടാണ് ബെറ്റർ ആവാൻ കാരണം. അപ്പം ഒരിക്കലും ലൈക്ക് ഏറ്റവും കൂടുതൽ പുരുഷന്മാർ ഇൻവെൻഷൻ കൊണ്ടുവരാൻ കാരണം ദാറ്റ്സ് നോട്ട് ബിക്കോസ് വുമൻ ആർ ലെസ് സ്കിൽഡ്. വി വേ ലോക്ക്ഡ് ഇൻസൈഡ് അവർ ഹൗസസ് ലൈക്ക് സിൻസ് ദ ബിഗിനിങ്. ലോകത്തിൻ്റെ തുടക്കം മുതലേ വി വർ ലോക്ക്ഡ് ഇൻസൈഡ് അവർ ഹൗസസ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇൻവെൻഷൻസും ഓൺടർപ്രണർഷിപ്പൊക്കെ വളരെ ഹാർഡായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ മുന്നേ തന്നെ ഞാൻ ഈ തൗയ തുടങ്ങുന്ന മുന്നേ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ഇൻകമൊക്കെ വരാൻ തുടങ്ങിയപ്പം ഞാൻ +2 പഠിക്കുമ്പോഴാണ്. അപ്പം നല്ല ഇൻകമൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ലൈക്ക് എൻ്റെ കുടുംബക്കാർ ലൈക്ക് റിലേറ്റീവ്സ്, കുടുംബം പറയാൻ പറ്റില്ല, റിലേറ്റീവ്സ് സീനാക്കി. അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ മാത്രം ഇടാൻ പറ്റുന്ന കാലമാണ്. ലൈക്ക് എനിക്ക് തോന്നുന്നു 2017-18 ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കീ ചെയിൻസിൻ്റെ ബിസിനസ്. അങ്ങനെ ലൈക്ക് വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ സിസ്റ്ററിൻ്റെ ഫോൺ യൂസ് ചെയ്തിട്ട്. അപ്പം പിന്നെ കുറച്ച് നല്ല ഓർഡേഴ്സൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ റിലേറ്റീവ്സ് എന്തിനാണ് ഫാത്തിമ പെൺകുട്ടിയല്ലേ, ഏൺ ചെയ്തിട്ട് എന്തിനാ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞാൻ പറയുന്നത് റിലേറ്റ് ആവുമെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ ഒന്നും കൂടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ലൈക്ക് പക്ഷെ അന്നത്തെ കാലം ഒരു 8 വർഷം മുന്നേ ആണെങ്കിൽ പോലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്ന ആളുകളെ ചിന്താഗതി. 8 വർഷത്തിൽ അത്രയും മാറിയിട്ടുണ്ട് ആളുകളെ ചിന്താഗതി. പക്ഷെ 8 വർഷം മുന്നേ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ അല്ലായിരുന്നു ചിന്താഗതി. അപ്പം അങ്ങനെ അപ്പോൾ എൻ്റെ ഉമ്മയും പറഞ്ഞ് എന്തിനാണ് നിർത്തിക്കുക. അവർ ലൈക്ക് ആസ് എല്ലാവരുടെ പാരൻസിൻ്റെ പോലെ തന്നെ എല്ലാവരുടെ പാരൻസിൻ്റെ പോലെ തന്നെ എൻ്റെ പാരൻസും പാവമായിരുന്നു. ലൈക്ക് അവരിങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് നീ നിർത്തിക്കാളും, അവർക്കും ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ ഓക്കെ. ഇതായിരുന്നു എഗെയിൻ ഫൈമ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിച്ചിട്ട് പോവാൻ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ അണ്ടറിൽ നിൽക്കാനല്ലേ, ഏൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനത്തെ ഒരു കാലഘട്ടം. അന്ന് സ്ത്രീകൾ ജോലിക്ക് പോകുന്നതേ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ഫാമിലി എടുത്തു നോക്കിയാൽ പോലും അവിടെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നവർ കുറവായിരിക്കും. ഒരു 8 വർഷം മുന്നത്തെ കഥ കേട്ടോ പറയുന്നത്. ഇന്ന് എല്ലാവരും പോകുന്നുണ്ട്, പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു. അപ്പം അന്നൊരു പെൺകുട്ടി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിർത്തി. അപ്പം അതും ഞാൻ അന്ന് ഓൺലൈൻ ബിസിനസ്സാണ് തുടങ്ങിയത്. ലൈക്ക് ഞാനിപ്പോൾ അവിടെ ഒരു പുരുഷനായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരായാലും പുരുഷന്മാരാകുമ്പോൾ നമ്മൾ എത്രത്തോളം പുറത്തിറങ്ങുന്നു അത്രത്തോളം നമുക്ക് ധൈര്യം, നമുക്ക് കണക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഐഡിയാസ്, ആ ധൈര്യം ആണല്ലോ ഏറ്റവും കൂടുതൽ വേണ്ടത്. പുരുഷനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള സ്റ്റെപ്പിന് വേണ്ടി ഒരു എക്സാക്ട്ലി. അതെ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ യൂസഫ് അലി ആവട്ടെ, ആരും അംബാനി ആവട്ടെ, അവർക്കൊക്കെ 6 മണിക്ക് വീട്ടിൽ തിരിച്ച് കയറേണ്ട അവസ്ഥ ആയിരുന്നെങ്കിൽ അവരൊന്നും ഇപ്പം ഇരിക്കുന്നിടത്ത് ഇരിക്കില്ലായിരുന്നു. കാരണം ആഴ്ചയിൽ ഒരു ദിവസം 6 മണിക്ക്, അതും അത്രയും കയ്യും കാലും പിടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട്. അഗെയിൻ ഞാനിപ്പം പറയുന്നത് ഇപ്പോഴത്തെ ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അന്നൊക്കെ വെച്ചാൽ ഞാനാവട്ടെ എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ കുറേ ബെഗ് ചെയ്യണം, ഒന്ന് പോയിട്ട് വരാം പ്ലീസ്. അതും കറക്റ്റ് 6 o'clock ആകുമ്പോൾ തിരിച്ച് കയറണം. അപ്പോൾ ലൈക്ക് സ്ത്രീകൾക്ക് എക്സ്പോഷർ കുറവാണ്. കാരണം നമ്മൾ ഇപ്പോഴും പക്ഷെ അത് ഉണ്ട് കേട്ടോ ഒരുപാട്. കാരണം ഞാൻ കാണുന്നുണ്ട് ഇപ്പം എൻ്റെ സ്റ്റാഫുകളാവട്ടെ, അവർക്ക് ചില സമയം നമ്മളെ കമ്പനിയിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കണം എന്നുണ്ടാവും. പക്ഷെ അവർക്ക് വീട്ടിൽ സീനായിരിക്കും. ഓവർ ലേറ്റ് ആയാലും ജോലി നിർത്തിക്കോളാൻ തന്നെ പറയും. അങ്ങനെ അത്രയും സീനുകളുണ്ട്. അപ്പോൾ
ഇപ്പോഴും സ്ത്രീകൾക്ക് ഗ്രോത്ത് എന്നും ഒരു ലൈക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ പിൻവലി ഉണ്ട്. അപ്പം അതെ അപ്പം ഒബ്വിയസ്ലി ആൻഡ് ഡെഫിനറ്റ്ലി ഓൺട്രപ്രണർഷിപ്പ് മെന്നിനാണ് ഈസി. That's not because women are less skilled. Again, I'm saying less skilled ആയോണ്ടോ കുറഞ്ഞ ബുദ്ധിയോണ്ടോ ഒന്നുമല്ല. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ലൈക്ക് എല്ലാവരും ഇങ്ങനെ പിടിച്ച് നിർത്താണ്. ലൈക്ക് അത് നമ്മളായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് വേണം പുറത്ത് വരാൻ. അല്ലാണ്ട് ദർ ഇസ് നോ അതർ വേ. ബിക്കോസ് ഇഫ് വി ഡോണ്ട് ഫൈറ്റ് ഫോർ അവർ സെൽഫ് ആര് ഫൈറ്റ് ചെയ്യാനാ? ലൈക്ക് സോ വി ഹാവ് ടു ഫൈറ്റ് ഫോർ അവർ സെൽഫ്. ഒരു മദർ ആയതിനു ശേഷമാണ് ബിസിനസ് ആരംഭിക്കുന്നത്. ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ കാര്യത്തിൽ റംഷീനിന്റെ ടേക്ക് എന്താണ്? First of all, I really appreciate the way Fatima was standing up for all the women in this generation. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇനി ബിസിനസ്സിലേക്ക് വരണം, സ്വന്തമായിട്ട് എന്ത് ചെയ്യണം തോന്നുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അവർക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. ആൻഡ് കമ്മിങ് ഫ്രം ദിസ് കമ്മ്യൂണിറ്റി ഓൾസോ. ആൻസറിങ് ദറ്റ് ക്വസ്റ്റ്യൻ, ഓൺട്രപ്രണേഴ്സ് ആവാൻ മെയിലിനാണോ ഫീമെയിലിനാണോ ഈസി എന്നല്ലേ? എനിക്ക് എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് എന്നേ പറയാൻ പറ്റൂ. പിന്നെ നമ്മൾ ചുറ്റിലും കണ്ടതും ഒബ്സർവ് ചെയ്തതും വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് ഈസിയർ ഫോർ മെൻ ഫോർ ഒബ്വിയസ് റീസൺസ് ലൈക്ക് ഷീ ഹാസ് മെൻഷൻഡ്. പക്ഷേ ഇപ്പം കുറച്ച് ടൈം മാറുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ മെന്നാണോ വുമണാണോ നോക്കിയിട്ട് കാര്യമില്ല. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. അത് കഴിഞ്ഞു എന്നുള്ളത് പോലെ കണ്ട് ഇപ്പം നമ്മളൊരു ബിറ്റർനെസ് അതിനോട് കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇന്നൊരു വുമൺ ആണെങ്കിൽ എല്ലാവരും എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും തയ്യാറായിട്ടുള്ളൊരു ഫോർച്ചുനേറ്റ്ലി സൊസൈറ്റി ഈസ് ചേഞ്ചിങ് ഫോർ ദ ബെറ്റർ. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. നാളെ ചിലപ്പോൾ ഇതുണ്ടാവില്ല. നാളെ എല്ലാവരും ഒരുപോലെ ആവും. ലൈക്ക് വുമൺ ആൻഡ് മെൻ ഓൺട്രപ്രണേഴ്സ് ആർ ഓൺട്രപ്രണേഴ്സ്. ഇപ്പം സിൻസ് നമ്മളൊരു പുതിയ ഒരു സിലബസ് തുടങ്ങിയ പോലെ പുതിയൊരു സാധനം തുടങ്ങിയതുകൊണ്ട് ദർ വിൽ ബി സപ്പോർട്ടിംഗ് സിസ്റ്റംസ്. ഗവൺമെൻറ്റ്സ് ആർ സപ്പോർട്ടിംഗ് സ്റ്റാർട്ടപ്സ്, സെൻട്രൽ ആൻഡ് ബോത്ത് സ്റ്റേറ്റ്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ വുമൺ ചെയ്യേണ്ടത്. പിന്നെ ഐ സ്റ്റാർട്ടഡ് വെരി ലേറ്റ്. ലൈക്ക് ഞാൻ മദർ ആയതിൻ്റെ ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ യു കാൺ ചേഞ്ച് ദ റൂൾസ് സംടൈംസ്. ഒരു സൊസൈറ്റിയുടെ ഞാൻ ആദ്യം നമ്മൾ കേരളം മാത്രമാണല്ലോ നമ്മൾ എക്സ്പോഷർ. അപ്പം നമ്മൾ വിചാരിക്കും ഇവിടെ മാത്രം ഇങ്ങനെ, കാരണം മൂവീസ് ആൻഡ് ഓൾ അതിലൊക്കെ ഗേൾസൊക്കെ ഭയങ്കര സൂപ്പർ പവർ കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ദെൻ വൺസ് നമ്മൾ ഭയങ്കര ഇപ്പം ഓൺലൈനായി ആക്സസ് ആയി ഗ്ലോബലി ഉള്ള കോണ്ടന്റ് കൺസ്യൂം ചെയ്തപ്പോഴും തിങ്സ് ആർ ഇൻ ദാറ്റ് മച്ച് ഡിഫറെൻറ്റ് ദെയർ ഓൾസോ. ഈവൻ ദെയർ ഓൾസോ വുമൻ ആർ നോട്ട് ഈക്വൽ. ഓർ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു പുരോഗമനം ഇല്ല. ജസ്റ്റ് ബിക്കോസ് ദേ ടോക്ക് എ ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഓർ വെയർ ഇൻ എ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂം, തിങ്സ് ആർ ഇൻ മച്ച് ഡിഫറെൻറ്റ് ബിഹൈൻഡ് ദ സീൻ എന്നുള്ളതും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇഫ് യു കാൺ ചേഞ്ച് ദ റൂൾ, പ്ലേ ദ ഗെയിം ഡിഫറെൻ്റ്ലി. വുമൻ, I don't think as a woman I have to try to be do everything like a man does. അത് ഞാൻ ട്രൈ ചെയ്യുമ്പം ആക്ച്വലി എനിക്ക് സംഭവിക്കുന്നത് ഞാൻ ബേൺ ഔട്ട് ആവാന്നുള്ളതാണ്. ഐ കാൺ ബി എ മാൻ ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ബി എ മാൻ. അത് മാൻ ആവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഐ എം ലൂസിങ് മൈ ആ ഒരു ഫെമിനിൻ സൈഡ് ഓഫ് മീ എന്നുള്ളതാണ്. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് വർക്കിൽ അല്ലെങ്കിൽ നമുക്ക് ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്പോഷറിലൊന്നും മെൻ ആൻഡ് വുമൺ എന്നുള്ള സാധനം വെക്കണ്ട. ബട്ട് ആസ് എ പേഴ്സൺ, ആസ് എൻ ഇൻഡിവിജ്വൽ, യു ക്യാൻ set your own rule, where you want to be, what you can do, what time you want to dedicate for the family or for the business, and then there is no balance. കറക്റ്റ് ഇപ്പോൾ ഫുൾ ഇത്ര സമയം ഞാൻ എൻ്റെ മോൾക്കും ഇത്ര സമയം ബിസിനസ്സിനൊന്നും ഒരിക്കലും പറ്റില്ല. ഇഫ് യു ആർ എൻ്ററിങ് ഓൺട്രപ്രണർഷിപ്പ് യു ഹാവ് ടു നോ ദാറ്റ് ദർ ഈസ് എ പ്രൈസ് ടു പേ. നമ്മളിപ്പം നമ്മൾ ഒരാൾ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ടെന്നുള്ളതിലാണ് നമ്മൾ ഓൺട്രപ്രണർഷിപ്പിലേക്ക് നമ്മൾ ഇറങ്ങുക. ബട്ട് വർക്കിംഗ് ഫോർ യുവർ സെൽഫ് ഇസ് മച്ച് 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 ഹാർഡർ. ലൈക്ക് ബിക്കോസ് നിങ്ങൾക്ക് തന്നെ വെക്കുന്ന ബെഞ്ച് മാർക്ക് ഭയങ്കര വലുതായിരിക്കും. ഒന്ന് ഓടി അതെത്തുമ്പോഴേക്കും യു കീപ്പ് ഇറ്റ്, അതിൻ്റെ ബാർ കുറച്ചും കൂടി അപ്പുറം വെക്കും. അതെത്തുമ്പോഴേക്കും അതിൻ്റെ ബാർ അപ്പുറം വെക്കും. ഇറ്റ്സ് എ നെവർ എൻഡിങ് ലൂപ്പ്. അപ്പോൾ അതിന് റെഡിയാണോ? ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ്. യു ഡോണ്ട് ഹാവ് എനിബഡി ടു കംപ്ലെയിൻ അബൌട്ട്. യു ആർ ദ ബോസ്. ആരെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയും? ഇഫ് ദർ ഈസ് സംതിങ് ഗോയിങ് ഓൺ റോങ് ഇൻ യുവർ കമ്പനി, I think it's the founder's mistake. If somebody is not working up to the mark, I think it's the founder's mistake. No systems, founder's mistake. Anything, laws, founder's mistake. Not enough leads, founder's mistake. Everything finally falls on a founder's
റെസ്പോൺസിബിലിറ്റിയിൽ ആൻഡ് ആർ യു റെഡി ടു ടേക്ക് ദാറ്റ് ടോൾ മെൻ ഓർ വുമൻ റിഗാർഡ്ലെസ് ആൻഡ് അത് വെച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. സോ ടൈംസ് ആർ ഡിഫറെൻറ്റ് നൗ. ഇപ്പോൾ നമുക്കൊരു ഓൺടർപ്രണർ ആവണമെങ്കിൽ ഡോണ്ട് ലുക്ക് ബാക്ക് ആൻഡ് ഫീൽ ബാഡ് ദാറ്റ് യുനോ വുമൺ ആണേ പറ്റൂല എന്നൊന്നും വിചാരിക്കേണ്ട. ദർ ആർ പീപ്പിൾ ഹു ആർ റെഡി ടു ആക്സെപ്റ്റ് യു ആൻഡ് സപ്പോർട്ട് യു. ഐ തിങ്ക് ലൈക്ക് ഫാത്തിമ ഫൗണ്ട് ഫോർ തൗയ, യു ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് യുവർ കമ്മ്യൂണിറ്റി ദാറ്റ്സ് വില്ലിംഗ് ടു സപ്പോർട്ട് യു ആൻഡ് എൻകറേജ് യു. അതിന് കോണ്ടന്റ് ക്രിയേഷനും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. റിഫോം മീഡിയ എന്ന് പറയുമ്പോൾ റംഷീനന്റെ റിഫോർമേഷൻ ആണോ ഉദ്ദേശിച്ചത്? അങ്ങനെയൊന്നുമില്ല, ചേഞ്ച് എന്നുള്ളൊരു ഇതിൽ നിന്ന് വന്നൊരു നെയിമാണ്. ഐ ഡോണ്ട് വാണ്ട് റംഷീനെ ഒരു ക്ലയന്റ് വിശ്വസിക്കുമ്പോൾ അവരിലൊരു റിഫോർമേഷൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അതായിരിക്കും ആ പേരിലേക്ക് വരുന്നത്. പേരിലേക്ക് വരുന്നത് ഫാത്തിമന്റെ ആദ്യത്തെ പേര് ബെലീസ, അങ്ങനെയായിരുന്നു പേര്. പിന്നീട് തോയയിലേക്ക് മാറാണ്. അങ്ങനെ ഒരു ബെലേസ നല്ലൊരു ബ്രാൻഡായി വളർന്നിട്ട് ആ ബ്രാൻഡ് നെയിം മാറാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ആയിരുന്നു ഇത് തുടങ്ങിയത്. അപ്പം ബെലേസ എന്നായിരുന്നു പേരിട്ടത്. പിന്നീട് ഇവഞ്ച്വലി ലൈക്ക് ഒരു കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ലൈക്ക് ഇറ്റ് വാസ് എ വെരി നോർമൽ ബിസിനസ്. ലൈക്ക് ഒരു ബിസിനസ് എന്ന് പോലും പറയാൻ പറ്റില്ല. ലൈക്ക് ഇങ്ങനെ സാധനങ്ങൾ സെല്ലായി പോകുന്നു, അങ്ങനെ ലൈക്ക് വളരെ ഒരു ഇൻകം എന്നൊന്നും പറയാനില്ല. അപ്പം ഇവഞ്ച്വലി അതും നമ്മളിങ്ങനെ പാർട്ട്ണർഷിപ്പായി തുടങ്ങാം, അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു, തുടങ്ങാം, ഒരു ഇൻകം വരണം, അങ്ങനെ തുടങ്ങി. പിന്നെ അവർ രണ്ടാളും ആൺകുട്ടികളായിരുന്നു. അപ്പോൾ അവർ രണ്ടാളും വേറെ ജോലിക്ക് പോയി. അപ്പം ലൈക്ക് കാരണം അവർക്ക് ഓരോരോ പഠിച്ചതിൻ്റെ ജോലി കിട്ടിയപ്പോൾ അവരങ്ങനെ അതിലേക്ക് പോയി. അപ്പോൾ ലൈക്ക് അപ്പയും ഓക്കെ പാർട്ട്ണർഷിപ്പ് പിരിയുക അങ്ങനെ ഒന്നല്ല. ഇറ്റ് വാസ് ലൈക്ക് സാധാ പോലെ ഒരു ദിവസം അങ്ങനെ. അപ്പം ബെലേസ അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്യായിരുന്നു. പിന്നെ ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചു. അങ്ങനെ ഫുൾ വീഡിയോസ് ഇടാൻ തുടങ്ങി, റീച്ചൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പം ട്രേഡ് മാർക്ക് എടുക്കാമെന്ന് കരുതി, രജിസ്റ്റർ ചെയ്യാമെന്ന് കരുതി. അപ്പോഴാണ് ഈ പേര് അവൈലബിൾ അല്ല രജിസ്ട്രേഷന്. അങ്ങനെയാണ് പേര് മാറ്റാന്ന് തീരുമാനിച്ചത്. പിന്നെ അന്ന് ഞാൻ ബെലേസാന്ന് ഇടുന്ന സമയത്ത്, നമ്മൾ 3 തീരുമാനിച്ചിടുന്ന സമയത്ത് അങ്ങനെയൊന്നും പേര് എവിടെ ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് ഒരുപാട് ബെലേസാന്ന് പേര് കാണാൻ തുടങ്ങി. ലൈക്ക് ഈവൻ ബ്യൂട്ടി പാർലേഴ്സ്, ലൈക്ക് ബാർബർ ഷോപ്പ്, പിന്നെ ക്ലോത്തിങ്ങിൻ്റെത്, ലൈക്ക് ഇങ്ങനെ കുറേ കാണാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ കരുതിയത് ഇതിന് ട്രേഡ് മാർക്ക് എടുക്കുക, സോ ദാറ്റ് ബാക്കിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ള. പക്ഷെ അപ്പോഴാണ് അറിയുന്നത് ഈ പേര് ട്രേഡ് മാർക്കിനെ അവൈലബിൾ അല്ല എന്ന്. അപ്പോൾ പേര് മാറ്റണം എന്നായി. അങ്ങനെ ഞാൻ ഇനി നെക്സ്റ്റ് എന്തെന്ന് ചിന്തിക്കുമ്പോഴാണ് ലൈക്ക് എനിക്കൊരു യുണീക്ക് പേരായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇമോഷണൽ ആൻഡ് കണക്റ്റഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ലൈക്ക് നമുക്ക് ഫീൽ ലൈക്ക് ഒരു മീനിങ് ഉണ്ടായിരിക്കണം. ബെലേസ വാസ് ലൈക്ക് കേൾക്കാൻ നല്ല രസമുണ്ട്, എന്നാൽ ഇതിടാ, ഒരു ജ്വല്ലറി ബിസിനസ്സിൻ്റെ ടച്ച് ഉണ്ട്, അങ്ങനെ കിട്ടതാ. നമുക്ക് ആ ഒരു പ്രായമല്ലേ, അങ്ങനെ കിട്ടതാ. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര യുണീക്കായിരിക്കണം, അങ്ങനത്തെ ഒരു ഇതുണ്ട്. ലൈക്ക് ഒരു ബ്രാൻഡായി ക്രിയേറ്റ് ചെയ്യാണല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മൻ്റെയും ഉപ്പൻ്റെയും പേര് മിക്സ് ചെയ്തിട്ടിട്ടതാണ് തൗയ. ഉമ്മൻ്റെ പേര് താഹിറ, ഉപ്പൻ്റെ പേര് യഹിയ. അപ്പം തൗയ എന്നിട്ട്, കാരണം അത്രയും ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പം ലൈക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന നിലയ്ക്ക് ലൈക്ക് എന്താ പറയുക, ഇതിലും വലിയ സമ്മാനം ഇല്ല എന്നുള്ളൊരു രീതിയിൽ ലൈക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലൈക്ക് അതിൽ ഒരുപാട് ഇമോഷൻസും ആൻഡ് ഐ ഫീൽ ലൈക്ക് അവിടെ ലൈക്ക് ഒരു പേഴ്സണൽ വിന്ന് പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ആ രീതിയിൽ അങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്തത്. തൗയ എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് അതുകൊണ്ടാണ് ലൈക്ക്, അല്ലെങ്കിൽ അന്നും എൻ്റെ ഫ്രണ്ട്സ് അപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇടാൻ കഴിയില്ലായിരുന്നു. അപ്പം ഞാൻ ഒറ്റക്കായിരുന്നു, അപ്പോൾ ഞാൻ തൗയാന്ന് ഇട്ടു. ഇപ്പോൾ വീണ്ടും എൻ്റെ പാർട്ട്ണർ വന്നത് മുന്നേ ഉണ്ടായ ഒരാൾ തന്നെയാണ്. അപ്പം നമ്മളിങ്ങനെ തൗയയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെയാണ് തൗയയിലേക്ക് എത്തിയത്, ലൈക്ക് ഒരു കണക്ഷൻ വേണം എന്നുള്ളൊരു രീതിയിലേക്ക്. ഫാത്തിമന്റെ ഇതിന്റെ മുന്നേ ഉള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫാത്തിമ കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫിനെ വിളിക്കുന്ന സമയത്ത് സ്ത്രീകളെ കൂടുതലായിട്ടും ഞാൻ നോക്കുന്നത് സ്ത്രീകളെയാണ്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു പിന്നെ ജ്വല്ലറി ബിസിനസ് ആയതുകൊണ്ടാണോ സ്ത്രീകളെ കൂടുതൽ എടുത്തത്, അല്ലെങ്കിൽ സ്ത്രീകളെ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടാണോ? ആക്ച്വലി രണ്ടുമല്ല എന്ന് പറയാം. ലൈക്ക്
ഒബ്വിയസ്ലി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ ആ രീതിയിലല്ല അങ്ങനെ ആക്കിയത്. ലൈക്ക് നമ്മൾ ഓൾറെഡി അവിടെ 2-3 ഞാൻ വീട്ടിലായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ 1 വർഷം ആവാനായിട്ടുള്ളൂ. വെയർ ഹൗസും ഓഫീസും ഇപ്പം സ്റ്റോറും 2 മാസമായിട്ട് സ്റ്റോറൊക്കെ തുടങ്ങിയിട്ട്. അതിന് മുന്നേ വീട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മയാണ് ഫുൾ ടൈം വീട്ടിലുണ്ടാവുക. അപ്പോൾ പുരുഷന്മാരെ കൊണ്ടുവരൽ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ലൈക്ക് ഉമ്മക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് സ്ത്രീകളെ കൊണ്ടുവന്നത്. ലൈക്ക് അങ്ങനെ 2 സ്റ്റാഫ് വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. പിന്നീടാണ് വെയർ ഹൗസിലേക്ക് മാറിയതും ഓഫീസൊക്കെ ആയത്. അപ്പോൾ ഇപ്പോൾ പുരുഷന്മാരും ഉണ്ട് സ്റ്റാഫുകളായിട്ട്. അപ്പം അഗൈൻ ഒബ്വിയസ്ലി ഒരുപാട് സ്ത്രീകൾ ജോലി കിട്ടാതെ ഇപ്പം ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അവരൊക്കെ എല്ലാവരും മുഖത്ത് നോക്കി പറയും സോറി യു ആർ എ ഗേൾ വി കാൻ ഹയർ യു. കാരണം അവർക്ക് പേടി അവരെ കസ്റ്റമേഴ്സ് എന്നോട് മോശമായി പെരുമാറിയാൽ അത് അവര് നോക്കേണ്ടി വരും ആ രീതിയിൽ. അപ്പം അഗൈൻ സ്ത്രീകൾക്ക് ജോലി സാധ്യതകൾ സ്റ്റിൽ എവിടെക്കോ കുറവാണ് ഡ്യൂ ടു ദീസ് റീസൺസ്. പക്ഷെ എനിക്ക് എൻ്റെ ഉമ്മൻ്റെ കംഫർട്ട് ആ ഒരു ഉമ്മക്ക് കംഫർട്ടബിൾ എന്താണോ ആ രീതിയിലാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. ഇപ്പൊ 7 ആള്. ഓ അടിപൊളി. അപ്പം റംഷീന്റെ അടുത്തേക്ക് വരാണെങ്കിലും നോർമലി സ്ത്രീകൾക്കാണ് സ്ത്രീകളെ റിലേറ്റ് ചെയ്യാൻ പറ്റാന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ റംഷീനെ ഇപ്പം ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം ചില കമ്പനികളൊക്കെ പറയുമ്പോൾ സ്ത്രീകളെ ഹയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം പിന്നെ ഞാൻ മാധ്യമ സ്ഥാപനത്തിലായതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പണ്ടൊക്കെ വർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ പറയും അവർക്ക് സ്ത്രീകളെ എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഈ സ്ത്രീകൾ രാത്രി നേരത്തെ പോകണം എന്ന് പറയും. അതേപോലെ അവർക്ക് ശാരീരികമായി പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിനെക്കാട്ടി നല്ലത് ആണുങ്ങൾ എടുക്കുന്നതാണ് എന്നൊക്കെ അവർ പറയാറുണ്ട്. ഒരു സ്ത്രീ എന്റർപ്രണർ ആവുന്ന സമയത്ത് അവര് സ്റ്റാഫിനെ എടുക്കുന്നതിൽ എത്രത്തോളം അത് സ്ത്രീകൾക്ക് കുറച്ചും കൂടി സപ്പോർട്ടീവ് ആവണമെന്ന് റംഷീനെ ചിന്തിക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി. നമ്മളിപ്പോൾ ഒരു സ്കിൽ ബേസ്ഡ് സർവീസാണ്. ഇപ്പം നമ്മൾ പ്യുവർലി ജെൻഡറിനേക്കാൾ സ്കില്ലായിരിക്കും ഹയർ ചെയ്യുമ്പോൾ നോക്കുക. പിന്നെന്ന് പറഞ്ഞാൽ മീഡിയ ആണ്. ആദ്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ചിലപ്പോൾ നമുക്ക് ലേറ്റ് അവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ആസ് എ വുമൺ ഐ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവറി വുമൺ ഗോസ് ത്രൂ എ സൈക്കിൾ. അത് ഞാൻ സപ്പോർട്ട് ചെയ്യണം. ഞാനെന്നല്ല, എല്ലാ ബിസിനസ് ഓണേഴ്സും അത് സപ്പോർട്ട് ചെയ്യണം, അത് മനസ്സിലാക്കണം എന്നുള്ളത്. അതിൻ്റെ വേറൊരു സൈഡ് എന്താന്ന് പറഞ്ഞാൽ വുമൺ ആർ ബൈ നേച്ചർ മൾട്ടി ടാസ്കിങ്. ഈവൻ വെൻ ദേ വെർ സിറ്റിംഗ് അറ്റ് ഹോം, ഇപ്പോഴാണ് നമുക്ക് അവർ എത്രത്തോളം മൾട്ടി ടാസ്കിങ് ആയിരുന്നു എന്ന് മനസ്സിലാവുന്നത്. ബിക്കോസ് ഐ കാൺ ഡു ബോത്ത്. ഞാൻ പറയും hands down I have found newfound respect for stay-at-home mothers or women who are sitting at home and not working also, because that itself is a full-time job with no pay, no break, nothing. And once in a while a vacation, that they get. അതേ കിട്ടുന്നുള്ളൂ. I think അങ്ങനെ നോക്കുമ്പോൾ women are multitasking. So if we support them, they will support us twice back. അതാണ് എനിക്ക് മനസ്സിലായത്. ഇഫ് യു ആർ ഹയറിങ് എ വുമൺ rather than looking at her weakness or anything like that, you have to understand that if you support a woman, she'll support you twice back. ആ ഒരു സംഭവമുണ്ട്. പിന്നെ നമ്മളിവിടെ തമാശക്ക് പറയും വി ഹാവ് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് ബോത്ത് വർക്കിംഗ് ഫോർ റിഫോം മീഡിയ. അപ്പം അതിൽ ഐ തിങ്ക് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് വുമൺ ആണെന്ന് തോന്നുന്നു കൂടുതലുള്ളത്. ഇറ്റ്സ് നോട്ട് ഇൻറ്റൻഷണൽ ബട്ട് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ബട്ട് വി നീഡ് ഗൈസ് ഓൾസോ, ബിക്കോസ് വാട്ട് ഇഫ് വി ഓൾ ഗെറ്റ് ഇൻ ടു ദ സെയിം സൈക്കിൾ, ദെൻ ദർ വിൽ ബി chaos. So to balance that you need both of them. Yeah. ഓക്കെ. ഒരു ജെൻസി കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ബിസിനസ്സിലൊക്കെ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറ് ഈ ജെൻസികൾ ഭയങ്കര മടിയന്മാരാണ്, അവര് സമയത്ത് ഓഫീസിൽ വരില്ല. അപ്പം സ്വാഭാവികമായിട്ട് 2 പേർക്ക് ജെൻസികളായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനകത്തൊക്കെ എത്രത്തോളം സത്യമുണ്ട്? ഒരിക്കലും എനിക്ക് മടിയന്മാരാന്ന് തോന്നിയിട്ടില്ല. അവർ ഈ ഓവർ വർക്കിങ്ങിന് അല്ലെങ്കിൽ ഈ ബേൺ ഔട്ടിന് തീരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്.
അത് നമ്മളത് ചെയ്തത് കൊണ്ട് അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അത് ഇമ്പോസ് ചെയ്യാൻ നമുക്ക് ഇവരുടെ അടുത്ത് പറ്റില്ല. ബിക്കോസ് ദേ ആർ വെരി വെൽ അവെയർ അത് ശരിയല്ല എന്നുള്ളതും അത് കുറേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു മെൻ്റൽ ടോൾ ഉണ്ടാവും എന്നുള്ളതും. അപ്പോൾ അവർക്ക് അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, അവരെ എന്താ പറയുക സോഷ്യലൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആൻഡ് എനിക്ക് പിന്നെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ദേ ആർ ബോംബാർഡഡ് വിത്ത് ഇൻഫർമേഷൻസ് ആൻഡ് ആ ഒരു അറ്റൻഷൻ സ്പാൻ അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ്സ് ഇൻക്ലൂഡിങ് അസ്. നമുക്ക് അവരെ മാത്രമേ പറയാൻ പറ്റില്ല, നമുക്ക് അടക്കം നമ്മളൊക്കെ അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അങ്ങനത്തെ കുറച്ച് ഡിമെറിറ്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ദേ ആർ പീപ്പിൾ ഹു ആർ റെഡി ടു ചേഞ്ച്. ഡിഫറൻസ് ഉണ്ടോ തമ്മില്? ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്തത് ഇറ്റ് വാസ് ഫോർ നീഡ്. They will only work with you if they want to. They don't have the need, not all of them has the need to work with you. Jobs are plenty, we have better economic conditions in the country and the state. നമ്മൾ നല്ല പോലെ അവരെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ടാറ്റ ബൈ ബൈ കഥ they'll go to the next place. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. അടുത്ത ജോലിക്ക് പോയാൽ എനിക്ക് ജോലി കിട്ടുമോ എന്നൊക്കെ പേടിച്ച് ചെറിയ പേയ്മെന്റിനൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല തോന്നുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? ആക്ച്വലി ഐ ആം എ ജെൻസി മൈസെൽഫ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് തോന്നാറ് ലൈക്ക് ഭയങ്കര ഫോൺ അഡിക്ട്സാ. ലൈക്ക് എനിക്ക് പേഴ്സണലി ഇപ്പം എൻ്റെ പാർട്ട്ണറും ആവട്ടെ, ഇപ്പം വന്ന പാർട്ട്ണറും ആവട്ടെ, നമ്മൾ രണ്ടാളും തവയിൽ ഫോൺ പാടില്ല അങ്ങനത്തെ ഒരു ഇപ്പോഴും എൻ്റെ ഫോണിൽ ഇപ്പം ഇൻസ്റ്റഗ്രാമേ ഇല്ല. ലൈക്ക് ഞാനൊരു ഓൾമോസ്റ്റ് 200K ഫോളോവേഴ്സ് ഉള്ള ബിസിനസ് ഓണറാണ്. പക്ഷെ എന്നിട്ട് പോലും ഇൻസ്റ്റഗ്രാം ഇല്ല. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് വേസ്റ്റ് മൈ ലൈഫ് ബൈ സ്ക്രോളിങ്. അപ്പം ലൈക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാനേജർ ഉണ്ട്, ടീമുണ്ട്. ലൈക്ക് ഐ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദോസ് തിങ്സ്. സോ ആവശ്യം വരുമ്പോൾ മാത്രം തവ്യൻ്റെ ഫോണിൽ ഞാൻ ഓഫീസിൽ പോയിട്ട് യൂസ് ചെയ്യും ഇൻസ്റ്റഗ്രാം. അപ്പോൾ അങ്ങനെയാണ് ലൈക്ക് ഐ ട്രൂലി ബിലീവ് ലൈക്ക് നമ്മളെ ടെക്നോളജി എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും അതിനേക്കാളും നമ്മളെ ലൈഫ് മോശമാക്കും എന്നുള്ളത്, ലൈക്ക് വേഴ്സ് ആക്കും എന്നുള്ളത്. കാരണം ലൈക്ക് ഭയങ്കര അഡിക്ഷനാണ്. അപ്പം നമുക്ക് തവ്യയിൽ ഫോൺ പാടില്ല അങ്ങനത്തെ ഒരു സ്കീമാണ്. പക്ഷേ അഗെയിൻ നമ്മൾ കാണാതൊക്കെ യൂസ് ചെയ്ത് ലൈക്ക് അങ്ങനെയൊക്കെ ഫോണ്. അപ്പം ഇത് സംഭവം ആക്ച്വലി ഒരു രസമാണ്, പിടിക്കുമ്പോഴൊക്കെ ഒരു കളിയും ചെറിയൊക്കെ ആണ്. പക്ഷെ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടുള്ള ഈ ഫോൺ അഡിക്ഷനാണ്. ലൈക്ക് നമ്മൾ പിന്നെയും ഇപ്പോൾ ഞാൻ 26 കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 27 ലേറ്റ് 20s എത്തിയവർക്ക് പിന്നെയും കുറച്ചും കൂടെ ബോധമുണ്ട് തോന്നുന്നു. ലൈക്ക് ഈ ഫോണ് ഭയങ്കര സീനാണ്, ഇത്ര അഡിക്റ്റഡ് ആവാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അവർ ദേ ആർ സ്റ്റിൽ യങ് ആൻഡ് ലൈക്ക് ഒരു ഇൻഫർമേഷൻസും അവർക്കുള്ള കുറച്ചും കൂടി ബെറ്റർ അല്ലേ ക്ലയന്റിനൊക്കെ മനസ്സിലാക്കാനൊക്കെ? അല്ല, ലൈക്ക് ആരും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ടീംസ് അല്ല. ഞാൻ പറയുന്നത് നോർമലി നമ്മൾ ബാക്കി പൊസിഷൻസിലുള്ള സ്റ്റാഫുകളെ കുറിച്ചിട്ടാണ്. ലൈക്ക് അവർ നമുക്ക് പിന്നെ അവർ എല്ലാവരും ഭയങ്കര കമ്മിറ്റഡ് ആട്ടോ. അപ്പോൾ ലൈക്ക് എല്ലാവരോടും ഫസ്റ്റ് തന്നെ ഇൻ്റർവ്യൂവിൽ പറയലും നമുക്ക് ഇവിടെ ഒരു റൂളേ ഉള്ളൂ, ഫോൺ പാടില്ല. ലൈക്ക് ഡോണ്ട് യൂസ് യുവർ ഫോൺ. ലൈക്ക് കോളൊക്കെ ചെയ്യാം, പക്ഷെ ഇങ്ങനെ സ്ക്രോളിങ് അത് നമ്മളൊരു അറ്റ്മോസ്ഫിയറിന് അത് ബാധിക്കും എന്നുള്ള. ലൈക്ക് എൻ്റെ വേറൊരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മളെ ലൈഫ് റിയോൺ ചെയ്യാൻ ഡ്രഗ് അഡിക്റ്റ് ആവണം അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ട്സ് ഒക്കെ ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ലൈക്ക് പക്ഷെ ഇപ്പോൾ ആരും മനസ്സിലാക്കാതെ പോകുന്നതാണ് നമ്മളെ ലൈഫ് അതേപോലെ തന്നെ ഈ ഫോൺ അഡിക്ഷനും ഇല്ലാണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഡെപ്ത് ആരും മനസ്സിലാക്കുന്നില്ല. ലൈക്ക് എത്രത്തോളം നമ്മളെ ബ്രെയിനിനെ ഫ്രീസ് ചെയ്യുന്നുണ്ട്, ചിന്തിക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹാപ്പിനെസ് എത്രത്തോളം കുറയുന്നുണ്ട്, ലൈഫിൽ ആ ഒരു പേർപ്പസ് എവിടെയൊക്കെ മിസ്സാവുന്നുണ്ട്. അത്രത്തോളം ഞാൻ പറഞ്ഞ ടെക്നോളജി ഈസ് സോ ഗുഡ്. ആ ടെക്നോളജി കാരനാണ് ഞാൻ ഇപ്പോൾ 5 മുന്നിൽ ഇരിക്കുന്നത്. പക്ഷെ ആ ഒരു അതിൻ്റെ ഡ്രോബാക്സ് മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ നമ്മളെ ലൈഫ് റിവൻ ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തവ്യയിൽ ആ ഒരു ഫോൺ ഇൻസ്റ്റഗ്രാം ആ ഒരു ആംബിയൻസ് പാടില്ല, ചുമ്മാ സ്ക്രോളിങ് ആംബിയൻസ് പാടില്ല. എല്ലാവരും എപ്പോഴും കളിച്ച് ചിരിച്ച് കണക്ഷൻ, ഹ്യൂമൻ കണക്ഷൻ, ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാനും എൻ്റെ പാർട്ട്ണറും ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാനിതപ്പോൾ ലൈക്ക് ജെൻസി അല്ലാത്തവരും നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അവരൊക്കെ എല്ലാവരും ഇപ്പോൾ ഫോൺ അഡിക്ട്സ് ആണ്. പക്ഷെ ലൈക്ക് ദേ ഡോണ്ട് യൂസ് മച്ച്. ലൈക്ക് പക്ഷെ ഇവർ നമ്മളെ കണ്ണ് തെറ്റുമ്പോഴേക്കും സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം അങ്ങനെ അതൊന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. അല്ലാണ്ട് ലൈക്ക് കമ്മിറ്റ്മെൻ്റ് ആവട്ടെ, വർക്ക് ആവട്ടെ, എല്ലാം
ലൈക്ക് സോ ഗുഡ്. ലൈക്ക് എല്ലാവരും അടിപൊളിയാണ് തവയിലുള്ള. രണ്ടുപേരുടെയും ബിസിനസ് ഗ്ലോബലി ആണ് വെച്ചാൽ വേറെ രാജ്യത്തേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. റംഷീന്റെ വളർച്ച ഭയങ്കര സ്പീഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബിസിനസ് ആരംഭിക്കുന്നു, പിന്നെ അധിക കമ്പനികൾ ഒരു 5 വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും വേറൊരു രാജ്യത്ത് അവരുടെ ഒരു ബിസിനസ് പറ്റി ചിന്തിക്കൊക്കെ ചെയ്യുന്നത്. പക്ഷേ റംഷീനെ ബിസിനസ് ആരംഭിക്കുന്നു, ഒറ്റയടിക്ക് UK അടക്കം പിന്നെ ബിസിനസ് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ജേണി ഒന്ന് പറയാൻ പറ്റും? ഓ ഷുവർ. അത് ആക്ച്വലി ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റിയത്. വൺ ഓഫ് അവർ കോ-ഫൗണ്ടേഴ്സ് ലിവ് ഇൻ UK. അതുകൊണ്ട് അത് കുറച്ച് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ദെൻ പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ UK ഇപ്പോൾ ബ്രാഞ്ച് ഇല്ലെങ്കിലും എനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻസീസിന് യുവർ ക്ലൈൻറ്റേൽ ഈസ് വേൾഡ് വൈഡ്. നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത എനിബഡി ക്യാൻ ഗിവ് യു സർവീസ്. അവിടെ നമ്മൾ ഫിസിക്കലി പ്രസൻറ്റ് ആവണ്ട. നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് കിട്ടിയത് അവിടെ നമുക്ക് ഹാൻഡ്സ് ഓൺ ആൾക്കാരുണ്ട്, പീപ്പിൾ ഉണ്ട്. സോ വി യൂട്ടിലൈസ്ഡ് ദാറ്റ്. ഓൾറെഡി അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വേറെ രീതിയിൽ നമുക്ക് സർവീസ് പ്രൊവൈഡേഴ്സ് ഒക്കെ ആയിട്ട്. അപ്പം ആ ജോഗ്രഫിയിലുള്ള ക്ലയൻസും നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇറ്റ് ഓൺലി മെയ്ഡ് സെൻസ് ദാറ്റ് വി ഹാവ് ടു ബി പ്രസൻറ്റ് ദർ ആസ് വെൽ. ആൻഡ് റൈറ്റ് നൗ ടച്ച് വുഡ് വി ഹാവ് ക്ലയൻസ് ഫ്രം GCC, UK, ഓസ്ട്രേലിയ. ഇവിടെയൊക്കെയുള്ള ക്ലയൻസിനോട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് ആക്ച്വലി പുഷിങ് അവർ ലിമിറ്റ്സ്. നമ്മൾ കുറച്ചും കൂടി ഗ്ലോബൽ സിറ്റിസൺസിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നാക്കണം. ദേ ഡോണ്ട് ടെക്സ്റ്റ് യു ഓൺ വാട്സാപ്പ്, ഇറ്റ്സ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ്. അത് എനിക്ക് ഞാൻ മുന്നേ പുറത്ത് വർക്ക് ചെയ്തിട്ട് കേരളത്തിൽ വന്നപ്പോഴൊരു ഡിഫറൻസ് ആയിരുന്നു. ഇവിടെ എല്ലാം വാട്സാപ്പിലാണ്. പ്രപ്പോസലും MOയും ഇൻവോയ്സും എല്ലാം വാട്സാപ്പിൽ. എന്തെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ പോയി തിരിച്ച് തപ്പണം. അതിൻ്റെ ഇടയിൽ കുറേ സ്റ്റിക്കർ അയക്കുന്നുണ്ടാവും. സോ ഇറ്റ് ഈസ് ലൈക്ക് അങ്ങനത്തെ കുറേ ഡിഫറൻസസ് ഉണ്ട്. ബട്ട് ടച്ച് വുഡ് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ അങ്ങനെ നമുക്കൊരു ഇതുണ്ടായത്. ആൻഡ് ഓൾസോ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ UK ഒരു ബ്രാഞ്ച് ഉണ്ടാവുക അല്ലെങ്കിൽ ദുബായിലൊരു ബ്രാഞ്ച് ഉണ്ടാവുക എന്ന് കരുതിയിട്ട് ആ ബിസിനസ് ഭയങ്കര സക്സസ്ഫുൾ ആണ് നമ്മൾ ജഡ്ജ് ചെയ്യാനും പാടില്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് വർക്ക്. ദ മോർ യു ആർ എന്താ പറയുക, എത്ര കുറേ തോണിയിലാണ് കാലിടുന്നതെങ്കിൽ ഇറ്റ്സ് ഈവൻ മോർ ഡിഫിക്കൽട്ട് ജേർണി. പക്ഷേ അതൊരു പെട്ടെന്നുള്ള വളർച്ച, പുതിയ ഒരാള്, ഈ സാധനം എങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ബിസിനസ്സിൽ പുതിയ ഒരാളാണ് റംഷീന. അതൊരു പെട്ടെന്നുള്ള ഒരു വളർച്ച, വിശ്വാസതൊക്കെ ഇതിനകത്ത് ഭയങ്കര ഒരു പിന്നെ എനിക്ക് ഞാൻ എൻ്റെ ഒരു ജേർണി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് നിന്നു, ഫ്രീലാൻസ് ആയിട്ട് ചെയ്തുകൊണ്ട് നിന്നു. പിന്നെ ഞാൻ കുറച്ച് പേരെ എടുത്തിട്ട് അത് ഒരു ചെറിയൊരു ബിസിനസ് ആക്കിയിട്ട് റൺ ചെയ്തുകൊണ്ട് നിന്നു. അപ്പോഴും ടെൻഷൻ ഉണ്ട്. ഇപ്പോൾ കുറേ പേരും 3-4 കൺട്രിയിലാവുമ്പോഴും ടെൻഷൻ ഉണ്ട്, എല്ലാപ്പോഴും ടെൻഷൻ ഉണ്ട്. അപ്പം വൈ നോട്ട് ടേക്ക് കുറച്ചും കൂടി വലിയ ടെൻഷൻ എന്നുള്ളതായിരുന്നു. തുടക്കത്തിൽ നല്ല സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് എനിക്കിത് ചെയ്യാൻ പറ്റുമോ ദർ ഇസ് ഓൾവേസ് ദാറ്റ്. പിന്നെ ഗിവൺ നമ്മളെ സോഷ്യൽ മീഡിയയും അതിലൊരുപാട് ആൾക്കാർ നമ്മളെക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഇമ്പോസ്റ്റർ സിൻഡ്രം വേറെ വരും. ഇതൊക്കെ ഭയങ്കര ഫാൻസി പേരുകളാണെങ്കിലും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഡു ഇറ്റ് വിത്ത് സെൽഫ് ഡൗട്ട്, ഡു ഇറ്റ് വിത്ത് ഫിയർ. ആ ഒരു സാധനമാണ്. അതൊക്കെ അവിടെ നിന്നോട്ടെ, ചെയ്യാനുള്ളത് ഇങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കാന്നുള്ളത്. ആക്ഷൻ ആക്ഷൻ ആക്ഷൻ. അത് എല്ലാ ദിവസവും ഇപ്പോൾ ഒരേപോലെ ഒരേ പവറിൽ വന്ന് മോട്ടിവേഷണൽ സ്പീക്കർ ആവാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പറയും ഇറ്റ്സ് ഈസി ടു മോട്ടിവേറ്റ് അതേഴ്സ്. വേറെ ഉള്ള ആൾക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളെത്ര ടോപ്പ് വേറെ ഉണ്ടാവില്ല. അതേസമയം നമ്മൾ ഡൗൺ ആകുമ്പോൾ നമ്മളിങ്ങനെ ഹലോ വാട്ട്സ് ഹാപ്പനിങ്, ഹലോ ഗെറ്റ് അപ്പ്, യു ആർ ദ വൺ ഹു മോട്ടിവേറ്റ്സ് അതേഴ്സ്, വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളൊരു സാധനം. അപ്പോൾ ഐ എം സ്റ്റിൽ വർക്കിംഗ് ഓൺ മൈ സെൽഫ്. അത് ഞാൻ ബിസിനസ്സിൽ ഇറങ്ങിയപ്പോൾ ഞാൻ പഠിച്ച ഏറ്റവും വലിയ കാര്യം, ഇറ്റ് എക്സ്പോസസ് യുവർ സെൽഫ്. നമ്മളെ എല്ലാ വീക്ക്നെസ്സും എക്സ്പോസ് ചെയ്യും. യു ആർ നോട്ട് ഗുഡ് വിത്ത് പീപ്പിൾ, ഇറ്റ് എക്സ്പോസസ് ദാറ്റ് യു ഹാവ് സെൽഫ് ഡൗട്ട്, യു ആർ അണ്ടർ കോൺഫിഡൻറ്റ്. ഈ പറഞ്ഞ എല്ലാ വീക്ക്നെസ്സും ഇങ്ങനെ എക്സ്പോസ്ഡ് ആവും നമ്മൾ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ. സോ യു ആർ ഫോഴ്സ് ടു വർക്ക് ഓൺ യുവർ സെൽഫ്. നൗ ഇറ്റ് ഓൾ മെയ്ഡ് സെൻസ് വൈ entrepreneurs are always like hitting gym, taking care of themselves, always reading books, but because they have to, in order to keep themselves sane, they have to work on themselves. അതാണ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഒരു സെൽഫ് പവറാണ് ഭയങ്കരമായിട്ട് വേണ്ടത്. അത് ഓൾസോ പാർട്ട് ഓഫ് ദ ജേർണി റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. ദാറ്റ്സ് വാട്ട്സ് ഹെൽപ്പിംഗ് മീ. ഓക്കെ, ഫാത്തിമയിലേക്ക് വരുമ്പോൾ ഫാത്തിമയുടെ വീഡിയോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഫാത്തിമ വേറെ രാജ്യത്തും വേറെ സ്ഥലത്തേക്കൊക്കെ ഫാത്തിമന്റെ ജുവല്ലറി കൊടുക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നു. പിന്നെ ബോക്സ് ഇങ്ങനെ അട്ടിയൊക്കെ ആയിട്ട് ഓരോ രാജ്യത്തിന്റെ പേര് എഴുതിയത്, ഓരോ ബോംബെ, അല്ലാതെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അങ്ങനെ എഴുതി വെക്കുന്നത് കാണും. അങ്ങനെ ഒരു പിന്നെ നമ്മുടെ ഒരു
ചെറിയൊരു സർക്കിളിൽ, ഒരു കുറ്റിച്ചിറ പോലത്തെ ഒരു സർക്കിളിൽ നിന്ന് എങ്ങനെയാണ് പെട്ടെന്നൊരു ഗ്ലോബലി ആവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്? അതിന് ഞാൻ പറയാം പവർ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയാം. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പവർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. കാരണം നമുക്ക് ലാംഗ്വേജ് അറിയാമെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് റീസെൻ്റ്ലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവൾക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പം ഞാൻ ഫസ്റ്റ് അവളോട് പറഞ്ഞ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. നമ്മളെ മലയാളം അല്ലെങ്കിൽ മറ്റു ഭാഷകൾ മോശമായതുകൊണ്ടല്ല, പക്ഷേ ഇംഗ്ലീഷ് അത്രയും പവർഫുൾ ആയതുകൊണ്ട്. ബിക്കോസ് അത് നമ്മൾ ഗ്ലോബലി ലൈക്ക് ഞാൻ അന്ന് മലയാളത്തിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇത്രയും കൺട്രീസിലേക്ക്. ഷാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഉപ്പയുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് മലയാളിയാണ് മനസ്സിലായത്. അതെ, അപ്പോൾ വെച്ചാല് ഇംഗ്ലീഷ് എന്ന ഭാഷ നിങ്ങൾക്ക് അറിയെങ്കിൽ ലൈക്ക് അതിനേക്കാളും പവർഫുൾ ടൂള് വേറെ ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ റംഷി നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ലൈക്ക് ഇപ്പോൾ 1500 ആണെങ്കിൽ പോലും നമ്മളെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ആപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, പണ്ട് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഷോപ്പ് എടുക്കണം, അത് സ്റ്റാഫുകളെ വെക്കണം, ഇത് അങ്ങനെ സ്റ്റാർട്ടിങ് തന്നെ ഒരു മേജർ ക്യാപിറ്റൽ കാണണം, മേജർ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം ഒരുപാട് ലക്ഷങ്ങളും കോടികളും ഒക്കെ കൊടുത്തിട്ടാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ വി ഹാവ് സോഷ്യൽ മീഡിയ. നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ അത് അത്രയും പേരിലേക്കാണ് എത്തുന്നത്. ഇപ്പം എൻ്റെ ഒരു വീഡിയോ 40 മില്യൺ വ്യൂസ് അടിച്ചിട്ടുണ്ട്. ലൈക്ക് ഞാൻ 1 രൂപ പോലും ചിലവാക്കാണ്ട് അത്രയും കോടി ജനങ്ങളിലേക്ക് ആ വീഡിയോ എത്തിക്കഴിഞ്ഞു. ഒരു രൂപ പോലും ചിലവാക്കാണ്ടാണ് എൻ്റെ എല്ലാ വീഡിയോസും പുതിയ ആളുകളിലേക്ക് എത്തുന്നത്. ആൻഡ് അതിൽ ഞാൻ ഇംഗ്ലീഷ് യൂസ് ചെയ്തത് കൊണ്ട് അതൊരു ഗ്ലോബലി അത് എത്താൻ തുടങ്ങി. ഇപ്പോഴും ഒരുപാട് കമൻസ് ആവട്ടെ, മെസ്സേജസ് ആവട്ടെ, എല്ലാ രാജ്യത്തു നിന്നും വരാറുണ്ട് വെൽ വിഷസ്. ലൈക്ക് എത്രയോ പേര് ഫോളോയും ചെയ്യുന്നുണ്ട്. ലൈക്ക് അവർ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നില്ല, ലൈക്ക് അവർക്ക് മലയാളം അറിയില്ല, എന്നെ അറിയില്ല, എൻ്റെ നാടറിയില്ല, പക്ഷെ ഇംഗ്ലീഷ് അറിയുന്നതിനെ കൊണ്ട് അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നതിനെ കൊണ്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട് വെൽ വിഷസ്. അപ്പം അത്രയും ആളുകളിലേക്ക് എത്തുന്നുണ്ട് ഗ്ലോബലി. അപ്പം എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് അത്രയും പവർഫുൾ ആണ്. അങ്ങനെ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 100 ആൾ കണ്ടാലും മേ ബി ഒരു 1000 ആൾ കണ്ടാലേക്കും ഒരാൾക്ക് തോന്നാം ഒന്ന് ഓർഡർ ചെയ്താലോ എന്നുള്ള ആ ഒരു രീതിയിൽ വെച്ചാൽ കുറേ പേര് കാണും, അതിന്നും ആ കൺവേർട്ടായി വരും ഓർഡേഴ്സ്. അപ്പം പവർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലൈക്ക് ആർക്കെങ്കിലും ഒരു ബേസിക് ഇംഗ്ലീഷ് എങ്കിൽ അറിയെങ്കിലും ലൈക്ക് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. കാരണം അത് നമ്മളെ ഭാഷ ഒരിക്കലും മോശമായിട്ടല്ല, നമ്മളെ ഭാഷ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ഇത്രയും ലോകമെമ്പാടും നമുക്ക് എത്താൻ പറ്റെങ്കിൽ വൈ നോട്ട് യൂസ് ദാറ്റ് ലാംഗ്വേജ്? ലൈക്ക് അതൊരു നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇസ് ഭയങ്കര നല്ലത്. ലൈക്ക് ഞാൻ അത്രയും ഇപ്പം ഞാൻ വളരെ ഇപ്പം ഇതിൽ സംസാരിക്കുന്ന പോലെയല്ല, ലൈക്ക് വളരെ ബേസിക് ആയിട്ട് മലയാളം സംസാരിക്കുന്ന ആളാണ്. ലൈക്ക് സോറി എന്ന് വെച്ചാൽ അത്രയും നല്ല രീതിയിൽ ഞാൻ ചില സമയം എൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും വരാറില്ല. അപ്പം ഞാൻ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ കാറിൻ്റെ ജനവാതിൽ അടുക്കി അപ്പോൾ ഇങ്ങനെ ഈ വിൻഡോനാണ് ഇനി ഇപ്പോൾ ജനവാതിൽ പറഞ്ഞ ലൈക്ക് വെച്ചാൽ ഞാൻ അത്രയും സാധാ ഒരു മലയാളിയാണ്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എൻ്റെ ഇംഗ്ലീഷ് കാണുമ്പോൾ കുറേ ആളിപ്പോൾ ബീച്ചിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ ഒരു എന്നോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. ഇത് എനിക്ക് ഇംഗ്ലീഷ് പക്ഷെ അവരെ വിചാരം എനിക്ക് മലയാളം അറിയത്തില്ല എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ പോലെ തന്നെ ആയിരിക്കും അധിക പേര് വെച്ചാൽ സാധാ മലയാളം അത്രയും പച്ച മലയാളം സംസാരിക്കുന്നത്. പക്ഷെ വി ക്യാൻ ഡു ദാറ്റ് ആസ് വെൽ. ലൈക്ക് നമുക്ക് ഇംഗ്ലീഷും സംസാരിക്കാൻ പറ്റും. ദാറ്റ്സ് മൈ പോയിന്റ്. ലൈക്ക് ഞാൻ അത്രയും ചില വാക്കുകളൊക്കെ ബേസിക് എല്ലാവരും നോർമലി ഇംഗ്ലീഷ് പറയുന്ന വാക്കുകൾ പോലെ മലയാളത്തിലായിരുന്നു സംസാരിക്കൽ. ഇപ്പോഴും അധികം അങ്ങനെ സംസാരിക്കൽ. അപ്പം അത്രയും അപ്പം ലൈക്ക് കുറേ ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാനിങ്ങനെ ഫുൾ ടൈം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളല്ല. ലൈക്ക് ഐ ഹാഡ് ദാറ്റ് like I knew English, അപ്പോൾ I started using it and കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ബെറ്ററായി വന്ന് ലൈക്ക് അതാണ് എനിക്ക് പറയാൻ. ലൈക്ക് എത്രത്തോളം ഓർഡേഴ്സ് വരുന്നോ, എവിടെ നിന്നൊക്കെ ഓർഡേഴ്സ് വരുന്നോ, ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. കാരണം ആ ഒരു ലാംഗ്വേജാണ് ഭയങ്കര പവർഫുള്ളാണ്. സോ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ലൈക്ക് ഇൻ യുവർ വീഡിയോസ്. അപ്പം അത്രത്തോളം ആളുകളിലേക്ക് എത്തും. എൻ്റെ ഫ്രണ്ട് അഗെയിൻ അവളെ നിർത്തിയിട്ട് മലയാളത്തിൽ തുടങ്ങി. കാരണം അവളോട് കുറേ പേര് പറഞ്ഞ് നോക്ക് ഇത് നീയല്ല വേറെ ആരോ പോലെ ഉണ്ട്, ഒരു രസമില്ല, നീ ഉണ്ടാക്കി സംസാരിക്കുന്ന പോലെ ഉണ്ട്, മലയാളത്തിൽ തന്നെ സംസാരിച്ചോ പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും ഞാൻ അവളെ കൊണ്ട് ഇംഗ്ലീഷ് ആക്കിച്ചിപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഞാൻ തുടങ്ങിയ സമയത്ത്
അത്രയും ഹെയ്റ്റ് കമന്റ്സ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 5 വർഷം മുന്നെയാണ് തവ്യ തുടങ്ങിയത്. അപ്പോൾ എന്താ പറയാ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നത്തെ പോലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് അപ്രീസിയേഷനും അല്ല. അതെ. അപ്പൊ അന്ന് ഭയങ്കര നിങ്ങൾക്ക് എന്താ മലയാളം അറിയൂലേ. ഇപ്പൊ എന്റെ നാട്ടിലുള്ളവര് ഈ അടുത്ത ഒരു കമന്റ് വന്നു, വളരെ റീസെന്റ് ആയിട്ട് കുറ്റിച്ചിറയിലെ ഫാത്തിമക്ക് മലയാളം അറിയില്ലേ. ലൈക്ക് അപ്പം തളർത്താൻ എപ്പോഴായാലും അന്ന് കൂടുതലായിരുന്നു, ഇന്ന് കാലം മാറി. അപ്പം ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ലൈക്ക് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് ഇറ്റ്സ് വെരി ഗുഡ് ആൻഡ് ഇറ്റ്സ് സോ ഗുഡ് ടു സീ. ഭയങ്കര കാരണം എനിക്കൊക്കെ അത്രയും ചേഞ്ച് മനസ്സിലാവുന്നുണ്ട് ബാക്കിയുള്ളവരുടെ മാറ്റം. അതെ. അപ്പം പക്ഷെ ഇപ്പോഴും വെച്ചാൽ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് സക്സസ് ആവുന്നവരെ ആളുകൾ തളർത്താനുണ്ടാവും. സക്സസ്ഫുൾ ആയി കഴിഞ്ഞാലും ഉണ്ടാവും. പക്ഷെ ലൈക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ലൈക്ക് ഇറ്റ്സ് സോ ഗുഡ്. എനിക്ക് നിർത്താൻ പറ്റില്ല. കാരണം അത്രയും എൻ്റെ ലൈഫിൽ എനിക്ക് അത്രയും ഓർഡേഴ്സ് കൊണ്ടുവരാനും അത്രയും ഗ്ലോബൽ എക്സ്പോഷറൊക്കെ കിട്ടാൻ കാരണം ഇംഗ്ലീഷാണ്. അങ്ങനെ ആകുമ്പോൾ തന്നെയാണ് ഓഫ്ലൈൻ സ്റ്റോറും തുടങ്ങുന്നത്. അതിന് പിന്നിൽ എന്താണ്, പ്രത്യേകിച്ചിട്ട് ആളുകൾ വലിയ രീതിയിൽ ഓൺലൈനിൽ മേടിക്കുന്നു, വെബ്സൈറ്റിലൂടെ വലിയ ബിസിനസ് നടക്കുന്നു. അപ്പോഴാണ് ഓഫ്ലൈൻ സ്റ്റോർ തുടങ്ങുന്നത്. അതിന്റെ പിന്നിൽ എന്താണ്, പിന്നെ എന്തെങ്കിലും എന്റെ നാട്ടിലൊരു കട തുടങ്ങണം അങ്ങനെ ചിന്തിച്ചിട്ടാണ്? അല്ല, ആക്ച്വലി അങ്ങനെ ഒരു പ്ലാനേ ഇല്ലായിരുന്നു. കാരണം എനിക്ക് ഓൺലൈൻ തന്നെ ആയിരുന്നു കംപ്ലീറ്റ്ലി ഫോക്കസ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓഫീസും വെയർ ഹൗസും ഒക്കെ എടുത്ത്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് 2nd ഫ്ലോറിൽ ഓഫീസും 4th ഫ്ലോറിൽ വെയർ ഹൗസും. അപ്പോൾ ആ ബിൽഡിംഗ് എന്ന് വെച്ചാൽ മൊത്തം ബിസിനസ് ഓഫീസുകൾ മാത്രമാണ്. വെച്ചാൽ 7 മണി 6 മണി ആകുമ്പോൾ ലിഫ്റ്റ് ഓഫ് ആവും. പക്ഷെ എന്നിട്ടും ഈ നമുക്ക് വെബ്സൈറ്റിൽ സ്റ്റോർ പിക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് ആളുകൾക്ക് ഓർഡർ ചെയ്യാം, പക്ഷെ ഷിപ്പിംഗ് ചാർജ് പേ ആക്കണ്ട, നമ്മളെ വെയർ ഹൗസിൽ വന്ന് കളക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകൾ 4th ഫ്ലോർ വരെ കയറാൻ തുടങ്ങും രാത്രിയൊക്കെ. പിന്നെ അതേപോലെ കുറേ പേര് അറിഞ്ഞിട്ട്, ഇപ്പം നമ്മൾ ഓഫീസാണെങ്കിലും താഴെ ബോർഡ് വെക്കല്ലോ, അപ്പം കുറേ പേര് ഈ തവ്യാന്നുള്ള ബോർഡ് കണ്ടിട്ട് 4th ഫ്ലോർ വരെ കയറാൻ തുടങ്ങും. അപ്പം എനിക്ക് ലൈക്ക് ഇങ്ങനെ നമ്മളിവിടെ ഒന്ന് പർച്ചേസ് ചെയ്യട്ടും. അപ്പം ഞാൻ അങ്ങനെ കരുതി ലൈക്ക് 4 നില അവർ കയറി വരുന്നെങ്കിൽ അത്രയും അവർക്ക് നീഡുണ്ട്, അതിനൊരാവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇതൊരു ആക്ച്വലി സക്സസ്ഫുൾ ആവുമെന്ന് തോന്നിയത്. അങ്ങനെയാണ് നമ്മൾ ഓഫീസിൽ 2nd ഫ്ലോറിൽ സ്റ്റുഡിയോയിൽ നമ്മൾ സ്റ്റോർ സെറ്റ് ചെയ്തിട്ടുള്ള ലൈക്ക് ഒരു രീതിയിലും എന്താ പറയുക പുറത്തേക്കൊരു വ്യൂവോ ഒന്നുമില്ല, ഷോപ്പ് കാണൊന്നുമില്ല. കാരണം ഒരു ഓഫീസിൻ്റെ ഉള്ളിലാണ് തവ്യൻ്റെ സ്റ്റോർ വന്നിട്ടുള്ളത്. പക്ഷെ അത്രയും ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോഴും 6 മണി 7 മണി ആകുമ്പോൾ ലിഫ്റ്റ് ഓഫ് ആവും. പക്ഷെ 2nd ഫ്ലോറിലേക്ക് ആളുകൾ കയറി വരും. ലൈക്ക് അത്രയും കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ വരട്ടെ. പക്ഷെ നമുക്ക് വെയർ ഹൗസിലേക്ക് അങ്ങനെ ഒരു പറ്റില്ല, പോസിബിൾ അല്ലായിരുന്നു. കാരണം സ്റ്റാഫുകൾ അത്രയും വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഇങ്ങനെ നോക്കിയെടുക്കുമ്പോൾ അവരെ ഇത് മുടങ്ങും. പിന്നെ അതല്ല, വെബ്സൈറ്റിൽ ഓർഡേഴ്സ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കസ്റ്റമർ എടുത്തു പോയാൽ ഓർഡർ ചെയ്ത ആൾക്ക് കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ അത് പോസിബിളേ അല്ലായിരുന്നു. അപ്പോൾ അത്രയും റിക്വസ്റ്റ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ കരുതിയത് എന്തുകൊണ്ട് 2nd ഫ്ലോറിൽ ഒന്ന് ട്രൈ ചെയ്തുകൂടാന്നുള്ളത്. ആൻഡ് അഗെയിൻ അതും സക്സസ്ഫുൾ ആവാൻ കാരണം ഓൺലൈൻ്റെ അതെ. അപ്പോൾ അതും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പവർ തന്നെ കേട്ടോ. കാരണം വെച്ചാൽ അത് ഇൻസ്റ്റഗ്രാമിൽ 2 lakh ഓഡിയൻസ് ഉണ്ടായതിനെ കൊണ്ടാണ് ഈ 2nd ഫ്ലോറിൽ ഉള്ളിൽ ഒരു വ്യൂ ഇല്ലാത്ത ഉള്ളിൽ പോലും ഒരു സ്ഥാപനം, ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ആളുകൾ എത്താൻ കാരണം. അഗെയിൻ ദ ക്രെഡിറ്റ് ഗോസ് ടു ദ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓഫീസ് കൾച്ചർ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പൊ എല്ലാ പുതിയ ബിസിനസ് തുടങ്ങുന്ന ആളുകളും അവരുടെ കമ്പനീന്റെ ഉള്ളിലത്തെ കഥകളൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് പിന്നെ അതേപോലെയുള്ള ബിസിനസ്സിനെ അതും കൂടി പിന്നെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഇപ്പൊ നമ്മള് പിന്നെ ഗെയിം നടത്തുന്നത് കാണുന്നു, അല്ലെങ്കിൽ ഫൺ ഫ്രൈഡേ നടത്തുന്നത്, ഇതൊക്കെ ഓഫീസിൽ പണ്ട് നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് ആളുകളെ കാണിപ്പിക്കാൻ
തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ റംഷീന തുടരാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സണൽ കമ്പനി മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ബിസിനസ്സിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ പറയുന്നത് സീരിയസ് മാറ്ററാണ്. അത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. അത് ഞാൻ കളിതമാശയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്നോട് ട്രസ്റ്റ് പോവുക ചെയ്യാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫണ്ണും വേണം. അങ്ങനെയുള്ള ഒതൻറ്റിക് ഫൺ റിലേറ്റബിൾ കോണ്ടന്റ്സിനാണ് കൂടുതൽ റീച്ച് ഉണ്ടാവുക. ആ ഒരു തോട്ട് പ്രോസസ്സിനാണ് BTS വീഡിയോസ് അല്ലെങ്കിൽ ടീമിൻ്റെ ഫൺ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ കൾച്ചർ വീഡിയോസിൽ മാത്രം പോസിറ്റീവും ഇൻസൈഡിൽ പോസിറ്റീവും അല്ലാത്ത കമ്പനീസിനെ എനിക്ക് ഒരുപാട് അറിയാം. ലൈക്ക് വെരി പോപ്പുലർ ഇൻ ദെയർ കൾച്ചർ പേജ് ബട്ട് നോട്ട് സോ പോപ്പുലർ ഇൻസൈഡ് കൾച്ചർ കമ്പനീസ്. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഒരു നമ്മളെ ഇവിടുത്തെ ഒരു കൾച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പറയുകയാണെങ്കിൽ I am very workaholic person, but at the same time I'm constantly like thinking, am I being rude to this person? Rude avunillalo. Like you just have to empathize or matte person's പെർസ്പെക്റ്റീവ് ഒന്നും കൂടി ജസ്റ്റ് ചിന്തിക്കുക എന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം ഐ എം ഓൾസോ റണ്ണിങ് എ കമ്പനി, അതും ഉണ്ടാവും, രണ്ട് സൈഡും ഉണ്ടാവും. സോ ഫോർ മീ വാട്ട് ഐ വുഡ് സേ ഇസ്, എനിക്ക് ആൾക്കാർ തരുന്നൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ യു ഡോണ്ട് ഹാവ് ടു ബി സോ ഫ്രണ്ട്ലി ടു യുവർ ടീം മേറ്റ്സ്. കൂടുതൽ ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാൽ അവർ തലയിൽ കയറും, പിന്നെ അവർ വർക്ക് ചെയ്യൂല എന്നൊക്കെ ഇങ്ങനെ പറയും. സോ ദെൻ ഐ വുഡ് തിങ്ക് വെൻ ഐ എം വർക്കിംഗ് വാട്ട് കൈൻഡ് ഓഫ് വർക്ക് അറ്റ്മോസ്ഫിയർ ഐ വാണ്ടഡ്. അപ്പം അവിടെ അങ്ങനെ കിട്ടിയില്ലെങ്കിലാണ് ഞാൻ ഡീമോട്ടിവേറ്റഡ് ആവുക വർക്ക് ചെയ്യാനും. ഇവർ കുറേ കാശുണ്ടാക്കാൻ വേണ്ടി കമ്പനി തുറന്നു വെച്ച് നമുക്ക് എന്താണ് എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ദി അതർ വേ അറൗണ്ട്. ദ കമ്പനി ഈസ് ദെയർ ബിക്കോസ് യു ഗൈസ് ആർ ദെയർ. ഇറ്റ്സ് ആക്ച്വലി ഒരു സൈഡ് വീക്കായി കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. സോ ദ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു ബിൽഡ് എ കൾച്ചർ ദാറ്റ്സ് ഗുഡ് and then build culture videos, and it's not easy. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. വി കം ഫ്രം ഡിഫറെൻറ്റ് അപ്ബ്രിങ്ങിങ്സ്. നമ്മളെ ട്രിഗേഴ്സ് നമുക്ക് അറിയുണ്ടാവില്ല. നമ്മൾ ഇമോഷണൽ റെസ്പോൺസസ് ആവും ചില സമയത്ത്. സോ ഇറ്റ്സ് അബൌട്ട് എല്ലാവരും മനുഷ്യന്മാരാണ്. ദേ ഹാവ് ദെയർ ഗുഡ് സൈഡ് ആൻഡ് സംടൈംസ് ദേ ആർ നോട്ട് ആസ് ഗുഡ് ആസ് ദേ തിങ്ക് ദേ ആർ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് എനിക്ക് തോന്നുന്ന ഒരു പോസിറ്റീവ് കൾച്ചർ ഉണ്ടാവുക. ആൻഡ് ആസ് സംബഡി ഇപ്പോൾ അത് ലീഡ് ചെയ്യുന്ന പൊസിഷനിൽ നിൽക്കുമ്പോൾ ഞാൻ നോക്കേണ്ടത് ദാറ്റ് നോബഡി ഈസ് ഗെറ്റിംഗ് ഹേർട്ട് ഇൻറ്റൻഷനലി എന്നുള്ളത്. മേക്ക് എൻ ഗുഡ് അറ്റ്മോസ്ഫിയർ ഫോർ ദം ടു വർക്ക് എന്നുള്ളതാണ്. ഫാത്തിമയാണെങ്കിലും BTS കൃത്യമായിട്ടും ചെയ്യാറുണ്ടായിരുന്നു. അത് ഇന്റൻഷ്യലി ചെയ്തതാണോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തതാണോ? അഗൈൻ അത് വിശ്വാസം ഉണ്ടാക്കുക. ലൈക്ക് ഈ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും പേടി ഇത് ഉള്ളതാണോ എന്നായിരിക്കും ഫസ്റ്റ് ചിന്ത. ഇവരെ പ്രോഡക്ട്സ് എങ്ങനെ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന മുന്നേ അവർ ചിന്തിക്കുക ഇതുള്ള സംഭവമാണോ, എൻ്റെ പൈസ പോവോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ പോവോ എന്നാണ് ഫസ്റ്റ് എല്ലാവരുടെ മനസ്സിലേക്കും ചിന്ത വരാം. അപ്പം എനിക്ക് BTS കാണിച്ചേ പറ്റുള്ളായിരുന്നു. ലൈക്ക് വേറെ there was no other way. അപ്പം അതിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം നമ്മൾ കോണ്ടന്റ് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താ പറയുക ലൈക്ക് ഒരു അടിപൊളി വീഡിയോസ് അത് മാത്രമല്ല കാണാം, നമ്മൾ അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. അപ്പം ഞാൻ എൻ്റെ വീട്ടിലായ സമയത്ത് എൻ്റെ വീട്ടിൽ അത്രയും ഇപ്പം എസ്തറ്റിക്കിൻ്റെ കാലമാണ്, എന്നിട്ട് പോലും ഒരു തുള്ളി എസ്തറ്റിക് അല്ലാത്ത എൻ്റെ വീട്ടിലത്തെ ബിഹൈൻഡ് ദ സീൻസാണ് ഞാൻ ഇട്ടത്. ബിക്കോസ് ആ സമയത്ത് എനിക്ക് എസ്തറ്റിക് അല്ലായിരുന്നു മെയിൻ. അല്ലെങ്കിൽ എന്താ പറയുക, നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല ഫാൻസി ഹൗസ്, അതല്ല എനിക്ക് കസ്റ്റമേഴ്സിന് വിശ്വാസം വരണം. ഓക്കെ, ഇങ്ങനെയുള്ള ആളാണ്, ഇതാണ് വീട്ടിൽ നിന്നും പാക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്, ബിഹൈൻഡ് ദ സീൻസ് കാണിക്കാൻ. അപ്പോൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ആളുകൾക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റി. ലൈക്ക് ഇപ്പം ഞാനാണെങ്കിൽ പോലും മറ്റു ബിസിനസ്സുകളിലൊക്കെ നോക്കുമ്പോൾ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് വരുന്ന എന്നെ എംപ്ലോയീസ് ഉള്ള മുന്നേ എൻ്റെ ഫ്രണ്ട്സ് വരുന്ന എന്നെ ഹെൽപ്പ് ചെയ്യണം, എൻ്റെ ഉപ്പ ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് അവരൊക്കെ പോലെ സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ഒരാളതാണിത്. അങ്ങനെയാണ് BTS തുടങ്ങിയത്. ആൻഡ് ഇവഞ്ച്വലി അതിന് നല്ല റീച്ച് വരാൻ തുടങ്ങി. സോ പിന്നെ എത്ര തിരക്കാണെങ്കിലും എത്ര ബിസി ആണെങ്കിലും ബിഹൈൻഡ് ദ സീൻസ് എടുത്തേ പറ്റൂന്നായി. അങ്ങനെ അത് എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് എത്തിയത്. സ്റ്റാഫിനായിട്ട് റംഷി പറഞ്ഞതുപോലെ സ്റ്റാഫിനായിട്ടുള്ള റിലേഷൻ ഒക്കെ
വർദ്ധിപ്പിക്കാൻ അത് സാധിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഇപ്പം കറന്റ്ലി നമ്മളിപ്പോൾ സ്റ്റാഫുകൾ ഉണ്ടെങ്കിലും ഒരാളെ പോലും ഫേസ് റിവീൽ ചെയ്തിട്ടില്ല, അവരെ പ്രൈവസി റീസൺസ് കൊണ്ട്. അപ്പം നമ്മൾക്ക് അവരെ സോഷ്യൽ മീഡിയയിൽ ഇടല്, അവരെ ബാക്കൊക്കെ, അവരെ ഫേസ് ഇല്ലാത്ത ബാക്കൊക്കെ എല്ലാവരും നമ്മളങ്ങനെ വീഡിയോസിൽ കൊള്ളിക്കാറുണ്ട്. എഗെയിൻ അതും ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ. അപ്പം അല്ലാണ്ട് റംഷി പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിൽ പറയുന്ന മറ്റൊരു സാധനമാണ് ഇവിടെ ഗോസിപ്പിംഗ് പാടില്ല എന്നുള്ളത്. നമ്മളും സ്റ്റാഫുകൾ ഫസ്റ്റ് വരുമ്പോൾ അവരെ ഇൻ്റർവ്യൂവിൽ തന്നെ പറയും, നിങ്ങളെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് റംഷി പറഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം അതേ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാനും പറയാറ്. അവരും മനുഷ്യരാണ്, അവരും പല സിറ്റുവേഷനിലൂടെ കടന്നു വരാം. അപ്പം നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് ഒബ്വിയസ്ലി നമുക്ക് നമ്മളെ വീട്ടുകാരോട് തന്നെ, നമ്മൾ വീട്ടുകാർ തമ്മിൽ തന്നെ പരിഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ഒബ്വിയസ്ലി അത്രയും എൻറ്റയർലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ ഒരുമിക്കുമ്പോൾ എന്തായാലും ഇഷ്ടമില്ലായ്മകളൊക്കെ വരും മറ്റുള്ളവർ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ തവയിൽ ഒരിക്കലും ഗോസിപ്പിങ് പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ഇഷ്ടമാവുന്നില്ലെങ്കിൽ അത് അവർ മനുഷ്യരാണ്, അങ്ങനെ ചിന്തിച്ചിട്ട് ഒഴിവാക്കിയാൽ മതി. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിനോടോ പറയാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ അവരോട് പറയും, നിങ്ങളിപ്പം തവയിലേക്ക് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കാണ്, ബാക്കിയുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് വരാൻ മടിയാവും. അങ്ങനെ നമുക്കിവിടെ ആരും ഫീൽ ചെയ്യരുത്. ലൈക്ക് എല്ലാവരും വരുമ്പം ഹാപ്പി ആയിരിക്കണം. ഇങ്ങനെ കുറ്റം പറയുക, പോരായ്മകൾ പറയുക, ടീമാവുക, അങ്ങനെ ആവരുത്. കാരണം എനിക്ക് പേടിയാണ് അങ്ങനെ ആവുമെന്ന്. കാരണം എല്ലാവരും പറയുന്ന കേൾക്കുക കോപ്പറേറ്റ് അങ്ങനെ ആണ് എന്നൊക്കെ. അപ്പം എനിക്ക് പേടിയാണ്. മീൻസ് ഒരിക്കലും ആർക്കും ഇങ്ങോട്ട് വരാൻ, തവയിലേക്ക് വരാൻ മെൻ്റലി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നുള്ളത്. അങ്ങനെ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഹാപ്പി ആയിട്ട് പോകുന്നത്. അപ്പം അവരോടും പറയും, ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആരെടുത്തുനിന്ന് എന്തെങ്കിലും വിഷമം വരുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാം, അത് നമ്മൾ ഡീൽ ചെയ്യുക, അതങ്ങനെ ആക്കാന്നുള്ളത്. അപ്പം ലൈക്ക് ടീം, ലൈക്ക് റംഷി പറഞ്ഞ അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ വേറെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ പറയൽ ഇതാണ്, ലൈക്ക് നമുക്ക് കസ്റ്റമേഴ്സ് വേണം, കസ്റ്റമേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമ്മളെ എംപ്ലോയീസാണ്. അവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റൈറ്റായി ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം അവരില്ലെങ്കിൽ പിന്നെ നമ്മളേ ഇല്ല. ലൈക്ക് അവർ കാരണമാണ് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും എല്ലാം കറക്റ്റ് ഓൺ ടൈം എത്തിക്കാനും എല്ലാം കറക്റ്റ് എല്ലാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന് എനിക്ക് കൂളായിട്ട് ഇരുന്ന് എല്ലാം ഇതാക്കാൻ കാരണം അവിടെ എൻ്റെ ടീം അത്രയും കമ്മിറ്റ്മെൻറ്റോട് കൂടി ചെയ്യുന്നുണ്ട്. കമ്മിറ്റ്മെൻറ്റ് വരാൻ കാരണം റംഷി പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവരോട് നിൽക്കുന്ന രീതിയാണ്. നമ്മൾ അവരോട് നല്ലപോലെ നിന്നാൽ അവരും നമ്മളോട് നല്ലപോലെ നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ, അത്രയും ലൈക്ക് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആ തവിൻ്റെ ടീമിന്. കാരണം എല്ലാവരും ഭയങ്കര കമ്മിറ്റഡാ. ലൈക്ക് ഞാൻ അങ്ങനെ വിചാരിച്ചു, ലൈക്ക് ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ലൈക്ക് റംഷി പറഞ്ഞ പോലെ തന്നെ അവരാണ് നമ്മളെ കമ്പനീൻ്റെ മെയിൻ. അത് നമ്മൾ എംപ്ലോയേഴ്സ് മനസ്സിലാക്കണം. ലൈക്ക് അവരില്ലെങ്കിൽ നമ്മളില്ല എന്നുള്ള കാര്യം റൈറ്റ് രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാന്നുള്ളത്. കാശിനേക്കാൾ ഉപരി കാശ് എത്ര കൊടുത്തിട്ടിപ്പോൾ എൻ്റെ കസിന് ഒരുപാട് ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരാളായിരുന്നു ദുബായിൽ, എൻ്റെ കുടുംബത്തിലുള്ള ഒരാളാണ്. പക്ഷെ ആൾ റിസൈൻ ചെയ്തു. എന്തുകൊണ്ട്? റൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഇല്ല. അപ്പം നമ്മൾ എത്ര ലക്ഷങ്ങളും കൊടുത്തിട്ട് കാര്യമില്ല. മനുഷ്യന്മാർക്ക് കിട്ടേണ്ട പരിഗണനയും റെസ്പെക്റ്റും നല്ല എംപത്തറ്റിക് ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫുൾഫിൽ ചെയ്യണം ആസ് എൻ എംപ്ലോയർ. ഓക്കെ, 4 വർഷ ഡിഗ്രി നമ്മുടെ വരാൻ പോലെ ഈ മാർച്ചോട് കൂടി 3 വർഷ ഡിഗ്രി, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് 3 വർഷ ഡിഗ്രി പഠിക്കുന്നവർ ഒക്കെ അവസാനമായിട്ട് ഇറങ്ങാൻ പോവാണ്. ഇനി 4 വർഷമാണ് ഡിഗ്രി തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ള രൂപത്തിൽ ചെറിയ ഡിപ്ലോമ കൊണ്ടൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളൊക്കെ ക്യാമ്പസിൽ പഠിച്ച ആളുകളാണ്. അപ്പം ഒരു സ്റ്റാഫിനെ എടുക്കുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ആണോ നോക്കുക, സ്കില്ലാണോ നോക്കുക? ഡെഫിനറ്റ്ലി സ്കില്ല്. കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തിനാന്ന് എനിക്ക് തന്നെ അറിയില്ല. കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഓൺലൈൻ MBA ഉണ്ട്, BBA ഉണ്ട്. ഇതിൽ നിന്നൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഞാൻ കൂടുതൽ നോക്കുക, സ്കില്ലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസും. കാരണം ഇനിയിപ്പോൾ സ്കില്ലിൽ കുറച്ച് വീക്കാണെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടാവും, ഒരു വർക്കിൻ്റെ ഒരു ഫ്ലോ എങ്കിലും പഠിച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഐ തിങ്ക് സ്കിൽ
ഇനിയുള്ള കാലത്ത് കോളേജൊക്കെ അടച്ചു പൂട്ടേണ്ടി വരുന്നു തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്, ഒരു 10 വർഷം കൊണ്ടൊക്കെ പ്രൈവറ്റ് കോളേജുകളൊക്കെ അടിച്ചു പൂട്ടേണ്ടി വരും. കാരണം നമ്മുടെ കുട്ടികൾക്കൊന്നും ഒരു 4 വർഷം ഒന്നും ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നല്ലതുമല്ല കിട്ടുന്നത്, അവർക്ക് ജീവിതത്തിൽ പുലർത്താൻ പറ്റിയ സർട്ടിഫിക്കറ്റ് മാത്രമാണ് കിട്ടുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. ഐ തിങ്ക് പ്രാക്ടിക്കൽ ലേണിംഗ് മൊഡ്യൂൾസ് വന്നില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോ. കാരണം ഇപ്പം അടുത്ത് ഞാൻ ഒരു വീഡിയോയിൽ ഏതാന്ന് ഓർമ്മയില്ല കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. അത് കൊണ്ടുവന്നത് ആ സമയത്തുള്ള നീഡിന്, ആ സമയത്തുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിലേക്കുള്ള ആൾക്കാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇറ്റ് വർക്ക്ഡ് വെരി വെൽ ഫോർ ദാറ്റ്. അതിലേക്ക് ഇതായി. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ മാറിയല്ലോ, കാലം മാറിയല്ലോ. നമുക്ക് അതിലേക്ക് മാത്രമല്ലല്ലോ, ടെക്നോളജി, AI ആൻഡ് ഓൾ കൈൻഡ് ഓഫ് അഡ്വാൻസ്മെന്റ്സ്, ഗ്ലോബലൈസേഷൻ, ഇതിലെല്ലാം പിടിച്ചു നിൽക്കണമെങ്കിൽ ഐ തിങ്ക് മോർ ഇൻ ടു ലാംഗ്വേജസ് പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചൈനീസ് അറിയെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ചൈനയിൽ പോയി എന്തൊക്കെ ചെയ്യാം. അറബിക് അറിയെങ്കിൽ GCC കൺട്രീസിൽ നമ്മൾ ടോപ്പ് ആവൂലേ. അപ്പോൾ ഐ തിങ്ക് ലാംഗ്വേജസ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റും സ്കൂൾ മുതൽ ഇപ്പം ഒരു ചെറിയ സ്കൂൾസൊക്കെ ഇപ്പോൾ കുറച്ച് പ്രാക്ടിക്കൽ ലേണിംഗ് മൊഡ്യൂളിലേക്ക് വരുന്നുണ്ട്. ഇപ്പം എൻ്റെ മോൾക്കൊന്നും എക്സാം ഒന്നുമില്ല ആൻഡ് അവരെ മൊഡ്യൂൾസൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ ഹയർ ക്ലാസ്സസിലും ആ ഒരു മെത്തേഡ് കൊണ്ടുവരണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ സബ്ജക്റ്റ് മാത്രം പഠിച്ച് അതിൽ PhD എടുക്കേണ്ടവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവണം. ഇത് എല്ലാവരും PhDക്ക് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. നോട്ട് ഓൾ ഓഫ് us ആർ ഗോയിങ് ടു ടേക്ക് ഡോക്ടറേറ്റ് എന്നുള്ളതാണ്. അല്ല, ഒരു സ്കില്ലുള്ള ഒരാൾക്ക് എന്റർപ്രണർ ആവാൻ പറ്റുമോ? ഒരു എഡ്യൂക്കേഷൻ MBA ഒന്നും അറിയാതെ ഒരാൾക്ക് എന്റർപ്രണർ ആവാൻ പറ്റും? ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആസ് ഏർലി ആസ് യു സ്റ്റാർട്ട് യു ക്യാൻ സ്റ്റാർട്ട് ലേണിംഗ്. 10ാം ക്ലാസ്സിന് +2 എന്നാണ് +2 യു സ്റ്റാർട്ട്. കാരണം അത് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു അഡ്വൈസ് കേട്ടാൽ എൻഡ് ഓഫ് ദ ഡേ ഐ വിൽ ആക്ട് ഔട്ട് ഓഫ് മൈ ഇൻസ്റ്റിങ്ക്റ്റ്. എന്നിട്ട് ചിലപ്പോൾ ശരിയാവും. അപ്പോൾ ശരിയാകുമ്പോൾ ഞാൻ വിചാരിച്ച കറക്റ്റ്. തെറ്റായാലും ഓക്കെ അത് പാളി, നെക്സ്റ്റ് നോക്കാം, അങ്ങനെയായിരിക്കും. കാരണം ഒരാളെടുത്ത് നിന്ന് അത് ഫോളോ ചെയ്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പം ആസ് ഏർലി ആസ് യു സ്റ്റാർട്ട് യു ക്യാൻ മേക്ക് ആസ് മെനി മിസ്റ്റേക്സ് വിത്ത് ലെസർ ഇമ്പാക്ട് ആൻഡ് ദെൻ ലേൺ ഔട്ട് ഓഫ് ഇറ്റ്. അതാ തോന്നുന്നത്. എന്താണ് തോന്നുന്നത്? ഒബ്വിയസ്ലി ഞാൻ +2 ക്വാളിഫൈഡ് ആണ്. ഞാൻ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ +2 ക്വാളിഫൈഡ് ആണ്. അപ്പം ലിവിങ് എക്സാമ്പിൾ. അതെ. അപ്പം ഞാൻ തവയിലേക്ക് വീഡിയോസ് ഇടുമ്പോൾ ഫൈമ ശ്രദ്ധിക്കാത്ത വേറെ കാര്യം ഉണ്ടാവും. എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യം ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, CV-ൻ്റെ പോലെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം ലൈക്ക് എനിക്ക് അത്രയും എക്സ്പീരിയൻസുകൾ ഉണ്ട്. ലൈക്ക് നമുക്ക് അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ലൈക്ക് അവർക്ക് ഒരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഒരു ക്വാളിഫൈഡ് ആവണം. ഇപ്പം നമ്മൾ റിസപ്ഷനിസ്റ്റിന് പോലും ഡിഗ്രി വേണം എന്നുള്ളൊരു കാലഘട്ടമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ജഡ്ജ് ചെയ്യല്ല, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തുകൊണ്ട് എന്നുള്ളത്. ലൈക്ക് ഓക്കെ, ഒരു പ്രൊഫഷണൽ ജോലികൾക്ക് ക്വാളിഫിക്കേഷൻ അത്യാവശ്യമാണ്. പക്ഷെ വേറെ പല കാര്യങ്ങൾക്കും ഇതും അൺനെസസറി ആയിട്ട് ലൈക്ക് അവിടെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ലൈക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ജോലി കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുക, ഇനിയിപ്പോൾ പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ, ക്വാളിഫൈഡ് അല്ലാത്തവർക്കൊരു അവസരം കൊടുക്കുക. ക്വാളിഫൈഡ് ആയവരും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ ക്വാളിഫിക്കേഷൻ ഒരിക്കലും തവയിലൊരു ടാസ്ക് ആവരുതെന്ന് നമ്മളെ ഒരു മോട്ടീവാണ്. ലൈക്ക് കാരണം ഞാൻ +2 ക്വാളിഫൈഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു പ്രശ്നമായിട്ടോ ഒരു കാര്യമായിട്ടോ ഒരു കൺസേൺ ആയിട്ടോ തോന്നിയിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല. ഫാത്തിമ പറഞ്ഞപ്പോഴാണ് ചിന്തിച്ചത്. ഫാത്തിമ കഴിഞ്ഞ ദിവസമായിട്ട് MM ഹൈസ്കൂളിലെ ഒരു വീഡിയോ, സ്വാഭാവികമായിട്ട് പണ്ടൊക്കെ ക്യാമ്പസുകളിൽ അവിടുന്ന് പഠിച്ച് വലിയ വലിയ യൂണിവേഴ്സിറ്റിന്ന് പഠിച്ച ആളുകളായിരിക്കും ചിലപ്പം അവിടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവരിക. അവിടെയാണ് ഫാത്തിമനെ പോലത്തെ ഒരാളെ അവര് എന്റർപ്രണർ എന്ന നിലയിൽ സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ 8 വർഷത്തിന് ശേഷം പോയത്. ഞാൻ ഭയങ്കര
സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ ഞാൻ ഭയങ്കര സ്മാർട്ടായിരുന്നു, ലൈക്ക് ഭയങ്കര സ്മാർട്ടിന് ഭയങ്കര ആക്റ്റീവായിരുന്നു, എക്സ്ട്രീംലി ആക്റ്റീവ് എന്ന് പറയില്ല. അപ്പം ടീച്ചേഴ്സിനൊക്കെ അതുവരെ MMH അല്ലാണ്ട് ബാക്കി ഏതൊക്കെ സ്കൂളിൽ പഠിച്ചിക്കണോ അവിടെ നിന്നൊക്കെ എനിക്ക് കേൾക്കാത്തതൊന്നും ഉണ്ടാവില്ല. ഓക്കെ, കാരണം അത്രയും കുരുത്തക്കേട് ഉണ്ടാവും. പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് കുരുത്തക്കേട് കളിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയേണ്ട കഥ. അപ്പോൾ എഗെയിൻ അപ്പം MMHലെ ടീച്ചേഴ്സായിരുന്നു ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവർ അന്നേ പറയലുണ്ടായിരുന്നു. അതെ ഭയങ്കര. ഇപ്പോൾ സയൻസിലെ ടീച്ചേഴ്സിനൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. എക്സ്ട്രീംലി ആക്റ്റീവായിട്ട് ഫസ്റ്റ് ടൈം ആയിരുന്നു എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത്. ലൈക്ക് അവരെന്നും പറയായിരുന്നു ഒരു തവണ നീ ഗസ്റ്റായിട്ട് വരും. അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ, പക്ഷെ അന്ന് അവർ പറയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ജാനുവരിയിൽ ഞാൻ പോയപ്പോൾ ഐ വാസ് ഷോക്ക്ഡ്. കാരണം എനിക്ക് വിളി വന്നപ്പം കോള് വന്നപ്പം ലൈക്ക് ഇങ്ങനെ സംഭവിക്കുകയാണല്ലോ എന്നുള്ള. അതും എനിക്ക് അത്രയും സപ്പോർട്ട് കിട്ടിയ ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് തന്നെ പോകുമ്പോൾ, അതും 8 വർഷത്തിന് ശേഷമാണ് ഞാൻ തിരിച്ചു പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും അവരെ മുന്നിൽ പോയിട്ട് ഡെഫിനറ്റ്ലി ഒബ്വിയസ്ലി ഒരു ടീച്ചേഴ്സാണ്, അവർ ഫസ്റ്റ് ചോദിക്കുക എന്താ പഠിച്ചത്, എന്താ ചെയ്യുന്നത്, എന്താ പഠിക്കുന്നത്, ഏത് കോളേജിൽ, ഏത് യൂണിവേഴ്സിറ്റിയിൽ, അങ്ങനെ എനിക്ക് ഫസ്റ്റ് അവർ ചോദിക്കുക. അപ്പോൾ എനിക്ക് 0 ആൻസറാണ്. കാരണം ഞാൻ അവിടുന്ന് എങ്ങനെയാണോ പഠിച്ചിറങ്ങിയത് ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ എന്നുള്ളത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല. 8 വർഷമായിട്ട് അത്ര എൻ്റെ ഫേവറേറ്റ് ടീച്ചേഴ്സായിട്ട് പോലും ഞാൻ പോയില്ല. പക്ഷെ ഇത്തവണ കോള് വന്നപ്പോൾ ഞാൻ പോയപ്പോൾ ലൈക്ക് ദ റീസൺ വൈ ലൈക്ക് ഒന്നും കൂടെ അത് ഭയങ്കര സ്പെഷ്യൽ ആവാൻ കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരെ മുന്നിൽ പോയാൽ മതി എന്നുണ്ടായിരുന്നു. ലൈക്ക് അതേപോലെ അവർ വിളിച്ചിട്ട് തന്നെ ഞാൻ പോയല്ലോ. അപ്പം എനിക്കിങ്ങനെ അപ്പം എല്ലാവരും അതായിരുന്നു ചോദിക്കുന്നത്, എത്ര കാലമായി കണ്ടിട്ട് എവിടെയും എന്തേ വരാഞ്ഞത്. എല്ലാവരോടും ഞാൻ ഓപ്പണായി പറഞ്ഞും ചെയ്ത് നിങ്ങളെ മുന്നിൽ എങ്ങനെ വന്നിട്ട് പറയാം. ലൈക്ക് കാരണം അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇപ്പം പോയപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി, ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഡേ ആയിരുന്നു അത്. ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അതാണ് ഈ ഒരു ഗോയിങ് ബാക്ക് ടു സ്കൂൾ. പക്ഷെ ആസ് എ ഗസ്റ്റ്, അതും ആഫ്റ്റർ 8 years, അത് ഭയങ്കര ഒരു സ്പെഷ്യലായിരുന്നു. ഓക്കെ, എല്ലാ എന്റർപ്രണേഴ്സും ഈ ഒരു കാലഘട്ടത്തിന് അല്ലെങ്കിൽ എപ്പോഴും ചിന്തിക്കുക ഒരു 10 വർഷത്തിന് ശേഷം ഞാൻ എന്തായിരിക്കും, എൻ്റെ കമ്പനി എന്തായിരിക്കും എന്നുള്ളതാണ്. റിഫോം മീഡിയന്റെ ഒരു 10 വർഷത്തിന് അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം എന്തായിരിക്കുമെന്ന് റംഷി ചിന്തിച്ചിട്ടുണ്ട്? 10 വർഷം ചിന്തിക്കുന്നില്ല. കാരണം 2 വർഷത്തിൽ തന്നെ ലോകം മാറും. അത് അഡാപ്റ്റ് ചെയ്ത് പോവാന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓഫ് കോഴ്സ് 5 yearsലേക്ക് നമുക്കൊരു ഗോൾ ഉണ്ട്. നമ്മൾ എന്താണ് കമ്പനി ഇങ്ങനെയൊക്കെ ആവണം, ഗ്ലോബൽ ആവണം, നല്ല ബ്രാൻഡ്സുമായിട്ട് വർക്ക് ചെയ്യണം. അവർക്ക് നമ്മളടുത്ത് അവരെ അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ പ്രോബ്ലംസ് സോൾവ് ആവണം. സോ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോഴും എൻ്റെ ഇൻഡസ്ട്രി വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോസസ് എന്നുള്ളത്. പിന്നെ ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോൾ വി ഡോണ്ട് നോ ഹൗ ദ മാർക്കറ്റ് വിൽ ബി, ഹൗ ദ മാർക്കറ്റിംഗ് വിൽ ബി, ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഫുള്ളി ഓട്ടോമേറ്റഡ്, AI ഇൻറ്റഗ്രേറ്റഡ് ആവോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കിപ്പം പ്രഡിക്റ്റബിൾ അല്ല. ബിക്കോസ് ഇറ്റ്സ് ചേഞ്ചിങ് ഇൻ ദാറ്റ് മച്ച് സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ. ഒരു വർഷത്തിൽ തന്നെ ലുക്കിംഗ് ബാക്ക് ഹൗ മച്ച് തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. നമ്മളിപ്പം ChatGPTയും ജെമിനയും പോലുള്ള ടൂൾസ് എല്ലാവർക്കും ആക്സസിബിളായി, അത് യൂസ് ചെയ്യാനും എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് ദാറ്റ് ഈസി ടു ആക്സസ്. ഇപ്പോൾ മെറ്റ ആണെങ്കിലും അതിൻ്റെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട്സ് നെക്സ്റ്റ് എന്ന് വി ഡോണ്ട് നോ. അതേപോലെ തന്നെ ഗൂഗിൾ ആണെങ്കിലും എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. സോ ഐ തിങ്ക് മാർക്കറ്റിംഗ് ബൈ നേച്ചർ ഈസ് കമ്മ്യൂണിക്കേഷൻ ടുവേർഡ്സ് കസ്റ്റമേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് സെയിം തന്നെ ആയിരിക്കും. ആൻഡ് ഹൗ ആൻഡ് വെയർ ആൻഡ് ആ ഒരു പാർട്ട് ഇറ്റ്സ് സബ്ജക്ട് ടു മാർക്കറ്റ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ പോലെ. തായന്റെ ഒരു വളർച്ച എങ്ങനെയായിരിക്കും? റംഷി പറഞ്ഞ പോലെ ലൈക്ക് ഞാനിങ്ങനെ ഇപ്പം പ്ലാൻ ചെയ്യുമ്പോൾ ലൈക്ക് എനിക്ക് എപ്പോഴും തോന്നാറ് കുറഞ്ഞു പോകുന്നുണ്ടോ ചിന്തിക്കുന്നത്. ലൈക്ക് കാരണം അത്രയും കാലം മാറല്ലേ. അപ്പോൾ 10 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ പറഞ്ഞാൽ തന്നെ ലൈക്ക് വി ക്യാൻ ഡു സോ മച്ച്. അപ്പോൾ 10 വർഷത്തിൽ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ എത്തണം അങ്ങനെയൊക്കെ എഴുതുമ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യൽ ഞാൻ ഡ്രീം ചെയ്യുന്നത് പോരാ, അല്ലെങ്കിൽ ലൈക്ക് കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ലൈക്ക് ദാറ്റ് ഈസ്
ഒരു അൺകണ്ടീഷണൽ ആയിട്ടാണ് ഡ്രീം ചെയ്യുന്നത്. ഒരു കണ്ടീഷൻ വെച്ചിട്ടേ അല്ല ഡ്രീം ചെയ്യുന്നത്, അല്ലെങ്കിൽ എയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗോള് സെറ്റ് ചെയ്യുന്നത്. കാരണം അത്രയും ഈ ടെക്നോളജിയും വളരാണ്, നമുക്ക് നമ്മളിലുള്ള വിശ്വാസം വളരാണ്. പിന്നെ എൻ്റെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ബുക്സാണ്, ബുക്ക് വായിക്കുക എന്നുള്ളത്. അപ്പം മൈൻഡ് ട്രെയിനിങ് ബുക്സ്. അപ്പം ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ സംസാരിക്കുക, ഹൗ ടു ബിൽഡ് എ സക്സസ്ഫുൾ ബിസിനസ് ബൈ ട്രെയിനിങ് യുവർ മൈൻഡ്, ആ രീതിയിലാണ് സംസാരിക്കുക. അപ്പോൾ ലൈക്ക് ഒരു ലിമിറ്റ്സും മൈൻഡിൽ പാടില്ല എന്നറിയാം. അപ്പം ഇത് എഴുതുമ്പോൾ എനിക്കിങ്ങനെ തോന്നും ഞാൻ എന്നെ തന്നെ ലിമിറ്റ് ചെയ്യാണോ, കാരണം അത്രയും വി ക്യാൻ ഡു സോ മച്ച്, ലൈക്ക് മച്ച്. അപ്പോൾ ടെക്നോളജി ഇത്രയും വളരുന്നു, അപ്പം നമ്മൾ ചിന്തിക്കുന്ന കുറഞ്ഞുണ്ടോ എന്നുള്ളൊരു ഇതിലാണ്. അപ്പം അഗെയിൻ കുറേ ഗോൾസ് ഉണ്ട്. ആൻഡ് വൈകാതെ അങ്ങനെ ലൈക്ക് ഞാൻ 5 വർഷത്തിനേക്കാളും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന വാട്ട് നെക്സ്റ്റ്, വാട്ട് ടുമോറോ, അല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് സ്റ്റെപ്പ്, ലൈക്ക് വളരെ തൊട്ടടുത്തടുത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ. കാരണം മറ്റേത് ഇങ്ങനെ എപ്പോഴും അത് ദൂരല്ലേ, അപ്പം ചെയ്യുക അതങ്ങനെ നിന്ന് പോകും എന്നുള്ളൊരിതിൽ പെട്ടെന്ന് ലൈക്ക് ടേക്ക് ആക്ഷൻ ടുഡേ എന്നുള്ളൊരു രീതിയിൽ, ഡു ഇറ്റ് ടുഡേ എന്നുള്ള രീതിയിലാണ് ഇപ്പം പോകുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകുമെന്നൊരു ഡൗട്ട്, 5 വർഷത്തിന് ശേഷമല്ലേ അവിടെ എത്താം, അങ്ങനെ ഒരു ഫീലിംഗ് വരുമോ എന്നൊരു ഡൗട്ട്. അപ്പം അങ്ങനെ ഇപ്പം ഇങ്ങനെ വളരെ ഇനിയിപ്പം ചോദിച്ച സ്ഥിതിക്ക് ഇനി തവ്യ ഹോൾസെയിൽ തുടങ്ങാണ്, ഒരു ഹോൾസെയിലിൻ്റെ കടയും കൂടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതെ. അപ്പം അഗൈൻ ഒരുപാട് വേറെ എക്സ്പാൻഷൻ പ്ലാൻസും ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതായിരിക്കും, ഒരു ഹോൾസെയിൽ ഷോപ്പ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതാണ് ലൈക്ക് ഇപ്പോൾ കാണുന്നവരോടും എനിക്ക് പറയാനുള്ളത്, അങ്ങ് ദൂരേക്കൊന്നും വെക്കരുത് സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഗോൾസ്, വട്ടെവർ ഇറ്റ് ഈസ്. അത് പെട്ടെന്ന് തന്നെ, കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, പ്രത്യേകിച്ച് ഫോണുള്ള കാലഘട്ടം. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള സംഭവം, നാളെ പറഞ്ഞ് നീട്ടി വെക്കൽ. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ട് നാളത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുക, അപ്പം എല്ലാം വേഗം റെഡിയാവും. അതിനാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വുമൻസ് ഡേ വരെയാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും പുതിയ എന്റർപ്രണർഷിപ്പിലേക്ക് വരാൻ പോകുന്ന വുമൻസിന്, അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്ന വുമൻസിന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അവർക്കൊരു എന്തെങ്കിലും ഉപദേശം നൽകാൻ പറഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് വുമൻ ആർ ഹോൾഡിങ് ദംസെൽഫ് ബാക്ക് ബിക്കോസ് ഓഫ് ആ ഒരു ജനറേഷണൽ ട്രോമ ഓഫ് നോട്ട് ഡൂയിങ് എനിത്തിങ് ഓൺ ദെയർ ഓൺ എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ടാണ്. ബിക്കോസ് നമ്മൾ എവിടെ നിന്നാണ് ഇൻസ്പിറേഷൻ എടുക്കുക? നമ്മൾ തൊട്ടടുത്തുള്ള സർക്കിളിൽ നിന്നാണ്. വെൻ യു ലുക്ക് അറൗണ്ട്, എല്ലാവരും അവരെ മുന്നത്തെ ആളെന്താ ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ആൻഡ് യു ആർ അഫ്രൈഡ് ടു ബ്രേക്ക് ദാറ്റ് ചെയിൻ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ് ടു ഡു, because you're going against the norms. You have to do a lot of things for the first time in the entire bloodline. You don't know whether you're doing right or wrong. Just അങ്ങനത്തെ കുറേ സാധനങ്ങൾ വരും. ഇതൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് എന്തെങ്കിലും ആണെന്നും പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ കുറേ തോട്ട്സ് വരും. ദെൻ യു ആർ ലൈക്ക് നമ്മൾ മറ്റേ ചോയ്സ് ആണെങ്കിൽ ഇത്രയൊന്നും കുറേ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഒതുങ്ങിക്കൂടും. സോ ഐ തിങ്ക് like Fatima mentioned, our mind is very powerful. It can either make you or break you also. It's that powerful. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ഫ്രം യുവർ സെൽഫ്, ലൈക്ക് ഫ്രം യുവർ മൈൻഡ്. അത് സെൽഫായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ആൾ അങ്ങനെ ട്രൈ ചെയ്യുക. ഇഫ് യു വോണ്ട് ടു ടേക്ക് ദ ഹെൽപ്പ് ഫ്രം ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഓർ ഒരു ഹെൽപ്പ് എന്നുള്ളത്, ഐ കണ്ടിന്യൂസ്ലി ടേക്ക് തെറപ്പി ഫോർ മൈ സെൽഫ്. ബിക്കോസ് ഐ തിങ്ക് ചില സമയത്ത് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യാൻ വിട്ടുപോകും. ആ സമയത്ത് ഐ ടേക്ക് എക്സ്റ്റേണൽ ഹെൽപ്പ്. അങ്ങനെ ഒരാളുടെ ഹെൽപ്പ്, ഒരു പുഷ് നമുക്ക്, മേ ബി ഇറ്റ് ക്യാൻ ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഓർ യുവർ ആണ്ട് ഓർ യുവർ എനിബഡി, ഹസ്ബൻഡ് ഓർ വൈഫ് ഓർ ഹസ്ബൻഡ് ഓർ ഫാദർ ഓർ എനിബഡി. ഒരു എക്സ്റ്റേണൽ പുഷ് നമുക്ക് കിട്ടാനുള്ള ഒരു സോഴ്സ് അതും കൂടി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ദർ ഈസ് നോ ലിമിറ്റ്. യു ഡോണ്ട് ഹാവ് ടു ലെറ്റ് യുവർ ജെൻഡർ ലിമിറ്റ് യുവർ സെൽഫ്. ഇറ്റ്സ് ലൈക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടൈമാണ്. ഗെറ്റ് ഔട്ട് ദെയർ, go work, go do your business, just live like നമുക്കൊരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു ലൈഫ്. ഇറ്റ് ഹാസ് ടു ബി ഡിഫൈൻഡ് ബൈ യുവർ സെൽഫ്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നോ, എല്ലാവരും ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്നോ, നമുക്ക് എല്ലാവർക്കും ഓരോ നമ്മളതായിട്ടുള്ള കഴിവുകളും നമ്മളതായിട്ടുള്ള വീക്ക്നെസ്സുകളും ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി ബാലൻസ് ആയിട്ട് ജീവിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് വി ആർ ഹിയർ ഫോർ എ വെരി ഷോർട്ട് ടൈം ഓൺ ദിസ് എർത്ത്. നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുക.
If you think you want to like sit at home and do something that's more comfortable for you, do that. അതിലും അതിപ്പോൾ ഒരു കോമ്പറ്റീഷനാണ്. നൗ ദാറ്റ് വുമൺ ആർ ഔട്ട്സൈഡ് ആൻഡ് വർക്കിംഗ് ആൻഡ് ഡൂയിങ് ബിസിനസ്, അതേഴ്സ് ആർ ബീങ് ലുക്ക് ഡൗൺ അറ്റ്. They are already working, just that you are not paying. They are already working full-time employed. It's not easy to manage those little human beings because I'm doing the കുറച്ച് രണ്ടിൻ്റെ ചെയ്യുന്നതുകൊണ്ട് ഐ നോ ദാറ്റ്. അവിടെ നമ്മൾ വി ആർ ഓൾറെഡി ഡൂയിങ് എ ലോട്ട്. അപ്പോൾ ഇഫ് ഇറ്റ് ഇസ് സംതിങ് ദറ്റ് യു ഹാവ് എ കോളിംഗ് ഫോർ, ഗോ ഫോർ ഇറ്റ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട്, ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. ബാക്കിയുള്ളത് കണ്ടിട്ടോ നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വെച്ച് നമ്മളെ പുഷ് ചെയ്യാണ്ടിരിക്കുക. ഇന്റേർണലി വാട്ട് യു വോണ്ട് ടു ഡു ദാറ്റ്. അങ്ങനെ ചെയ്യാന്നുള്ളത്. ഫാത്തിമയിലേക്ക് വരുമ്പോൾ എഗെയിൻ റംഷി പറഞ്ഞ പോലെ തന്നെ ലൈക്ക് നമ്മളെ ലൈക്ക് ഒരുപാട് കാലങ്ങളായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ ഫൈമ് ചോദിച്ച ചോദ്യത്തിൽ ഇപ്പോൾ ലൈക്ക് ഫൈം ആദ്യം വർക്ക് ചെയ്ത അവിടെയൊക്കെ ലേഡീസിനെ എടുക്കരുത് അല്ലെങ്കിൽ ലൈക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത റീസൺ, അത് ആക്ച്വലി ആസ് എൻ എംപ്ലോയർ എനിക്ക് കറക്റ്റ് ഇപ്പോൾ ലൈക്ക് ഞാൻ ചെറുപ്പം മുതലേ ലൈക്ക് പല സിനിമകളിലായിട്ടും പല ഡിസ്കഷൻസിലായിട്ടൊക്കെ കേട്ടിട്ടുള്ള ചോദ്യമാണ് എന്തുകൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെയിം ജോലി ചെയ്യുന്നവർക്ക് പുരുഷന്മാർക്ക് സാലറി കൂടുതൽ എന്ന്. പക്ഷേ ഞാനൊരു എംപ്ലോയർ ആയതിനു ശേഷം, ഞാനൊരു ഫൗണ്ടർ ആയതിനു ശേഷം, ഒരു ബിസിനസ് റൺ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതിൻ്റെ കറക്റ്റ് ഉത്തരം എനിക്ക് കിട്ടി. ലൈക്ക് ആക്ച്വലി സൊസൈറ്റി ആണ് റീസൺ വൈ വുമൻ ആർ നോട്ട് ഗെറ്റിംഗ് പെയ്ഡ് ഇനഫ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വെയർ ഹൗസ് എൻ്റെ വീട്ടിൽ നിന്നും വെയർ ഹൗസ് ഓഫീസൊക്കെ എടുത്ത് മൂവ് ചെയ്യുന്ന സമയത്ത്, ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു, ലേഡീസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ടീം ഓഫ് 3 ആയിരുന്നു, സോഷ്യൽ മീഡിയ മാനേജർ അടക്കം ടീം ഓഫ് 4. പക്ഷേ മൂവ് ചെയ്യുന്ന സമയത്ത് അവരില്ലായിരുന്നു, കാരണം അവർക്ക് വീട്ടിൽ സീന്. അപ്പോൾ ലൈക്ക് എൻ്റെ ബോയ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് വന്നിട്ടുണ്ടായത് ഫുൾ സാധനങ്ങൾ എടുത്ത്. കാരണം രാത്രിയാണ് ഫുള്ള് മൂവ് ചെയ്തത്, കാറിലിട്ടിട്ട് എല്ലാം കൊണ്ടുപോയിട്ട് വെയർ ഹൗസിൽ എത്തിക്കുകയായിരുന്നു ചെയ്തിട്ടുള്ള. ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ എനിക്ക് ഒരുപാട് ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കൊരു ടീമുണ്ട്, ടീം ഓഫ് 4. പക്ഷേ നോബഡി വേ ദെയർ, കാരണം അവർക്ക് വരാൻ പറ്റത്തില്ല. അന്ന് അവർ പോകുമ്പോൾ ഒരാളെ കണ്ണൊക്കെ നിറഞ്ഞുണ്ട്, സോറി ഫാത്തിമ നമുക്ക് നിൽക്കാൻ പറ്റാത്തതിന്, കാരണം വീട്ടിൽ അത്രയും സീനായിട്ടാണ്, ഒന്നും വിചാരിക്കരുത്. കാരണം അവർ കാണുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട്സ് വന്നോളും. ലൈക്ക് അവരും ഹെൽപ്ലെസ് ആണ് ആ സിറ്റുവേഷനിൽ. കാരണം 6 മണി കഴിഞ്ഞ് 7 മണി ആവാനായി, എന്നിട്ട് ഒരാളെ വീട്ടിൽ അത്രയും സീനായിട്ട് അന്ന് രാത്രി എൻ്റെ ഫ്രണ്ട്സ് എത്തി. പക്ഷെ ഞാനാണ് എൻ്റെ സ്റ്റാഫിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. കാരണം അവൾ പറഞ്ഞ് ഫാത്തിമനെ കണ്ടാൽ ഉമ്മയിപ്പം ഒന്നും പറയില്ല, ഒന്ന് വരുമോ. അപ്പോൾ എന്നിട്ട് ഞാൻ പോയി, ഞാൻ ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ തിരിച്ചു പോയി. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ആസ് എ കമ്പനി നമുക്ക് ചില സമയങ്ങളിൽ നമ്മളെ എംപ്ലോയീസിനെ സമയത്തിൽ കൂടുതൽ വേണ്ടി വരും. പക്ഷെ പല സമയങ്ങളിലും സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവരെ സീന എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവും. കാരണം അത്ര സീനായിരിക്കും വീട്ടിൽ, പറയാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല, വിളിക്കാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല, ജോലി നിർത്തിക്കോളാൻ പറയും, പല പേടിയും കൊടുക്കും അവരുടെ മനസ്സിലേക്ക്. അപ്പോൾ വിളിച്ചും കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഒരു സ്റ്റേറ്റ് ഓഫ് പീസോ ഒന്നും ഉണ്ടാവില്ല. അപ്പം എനിക്കവിടെ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കുക, എനിക്ക് അത്രയും ഗേൾസായ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കെ എനിക്കവിടെ ഹെൽപ്പ് ചെയ്യാൻ വന്നത് ബോയ്സാണ്. കാരണം അവർ ലൈക്ക് ബിക്കോസ് ദേ ആർ മൈ ട്രൂ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അവരത്രയും ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ. അതുകൊണ്ടല്ല, ഇറ്റ് വാസ് ബിക്കോസ് ദേ വർ ബോയ്സ് ആൻഡ് ദേ ഹാഡ് ദ ഫ്രീഡം ടു ഗെറ്റ് ഔട്ട് ഓഫ് ദെയർ ഹൗസ് ആൻഡ് കം ടു മീ ആൻഡ് കം ആൻഡ് ഹെൽപ്പ് മീ. എൻ്റെ ഗേൾസായ ഫ്രണ്ട്സിനും അവർക്കും അത്രയും ആഗ്രഹമുണ്ട്, എൻ്റെ സ്റ്റാഫുകൾക്കും അത്രയും ആഗ്രഹമുണ്ട്, അവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവർക്കും ഈ ഷിഫ്റ്റിങ്ങിൻ്റെ ആവട്ടെ, ഗ്രോത്തിൻ്റെ സമയത്താവട്ടെ, അവർക്കും എൻ്റെ കൂടെ നിൽക്കണം. പക്ഷെ ദേ കാൺട്ട്, കാരണം അത്രയും റെസ്ട്രിക്ഷൻസ് ആണ്. ഇപ്പം ബാക്കി ഈ കാണുന്നവർക്ക് ആർക്കും ചിലർക്കൊന്നും റിലേറ്റ് ചെയ്യാനേ പറ്റത്തുണ്ടാവില്ല. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ പറയുന്ന 1 വർഷം മുന്നത്തെ കഥ, ഇപ്പോഴും പല സാഹചര്യങ്ങളിലും ഞാൻ എൻ്റെ ബോയ്സായ ഫ്രണ്ട്സിനാണ് വരാൻ പറ്റാം. അവർ നല്ല പാവങ്ങൾ തന്നെയാണ് കേട്ടോ, പക്ഷെ അവരത്രയും അടിപൊളി. എൻ്റെ ഗേൾസായ ഫ്രണ്ട്സോ സ്റ്റാഫുകളോ മോശമായിട്ടോ ലെസ് കമ്മിറ്റഡ് ആയിട്ടോ ലെസ് ലവിങ് ആയിട്ടോ ഒന്നല്ല. സമ്മതിക്കില്ല വീട്ടിലോ നാട്ടുകാരോ ഒന്നും. ലൈക്ക് ഇപ്പോൾ അവരെ വീട്ടുകാർ സമ്മതിച്ചാൽ തന്നെ പുറത്തുനിന്ന് ആരെയും കണ്ടാൽ ലേറ്റ് ആയിട്ടാണല്ലോ വന്നത് പറഞ്ഞിട്ട് അതും സീനാക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാനും അത്രത്തോളം അനുഭവിച്ചുകൊണ്ട് തന്നെ എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, ലൈക്ക്
ഞാനൊരു ലിവിങ് എക്സാമ്പിളാണ്. ലൈക്ക് അത്രയും റെസ്ട്രിക്ഷൻസ് ഒന്നും വന്നിട്ട് അപ്പോൾ യു ക്യാൻ ഓൾസോ ഡു ഇറ്റ് ആൻഡ് എവ്രി വൺ വിൽ സപ്പോർട്ട് യു ഇവൻച്വലി. പക്ഷേ ഫസ്റ്റൊക്കെ നിങ്ങൾ ഒറ്റക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും, ഒറ്റക്ക് ലൈക്ക് പലതും കേൾക്കേണ്ടി വരും. പക്ഷെ മനസ്സിലാക്കാൻ നമ്മൾ വി ആർ നോട്ട് ഗോയിങ് ഔട്ട് ടു ഡു ഡ്രഗ്സ് ഓർ കിൽ സമ്വൺ ഓർ ഹേർട്ട് സമ്വൺ. നമ്മൾ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറപ്പെടുന്നത്. സോ ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ദം സേ ആസ് ലോങ് ആസ് യു ആർ നോട്ട് ഹേർട്ടിങ് സമ്വൺ ഓർ ഡൂയിങ് ദ ആക്ച്വൽ ബാഡ് തിങ്സ് ഫോർ ലൈക്ക് ടു ദ സൊസൈറ്റി ദെൻ യു ഡോണ്ട് ഹാവ് ടു ബി സ്കെയർഡ്. ലൈക്ക് ആരെക്കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം the most important thing is be kind to others. like എല്ലാവരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, ലൈക്ക് ഇൻസൾട്ട് ചെയ്യാതെ ഇരിക്കുക ആളുകളെ മുന്നിൽ ബാക്കിയുള്ളവരെ. അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഒരു നല്ല മനുഷ്യന് വേണ്ട ഫാക്ടേഴ്സ്. അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് ലേറ്റായി വരുന്നതിന് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നതിന്, ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാൻ അതൊന്നും ലൈക്ക് അത്രയും റെസ്ട്രിക്ഷൻസ് അനുഭവിച്ച ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളെ പാരൻസ് ആണെങ്കിലും ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ പറയൽ എല്ലാവരുടെ പാരൻസും പാവങ്ങളാണ്. ലൈക്ക് എല്ലാവരും ലൈക്ക് അത്രയും പാവങ്ങളാണ്. അവർക്ക് ഈ സൊസൈറ്റീൻ്റെ പ്രഷർ കൊണ്ടാണ് അവർ ആ സെർട്ടൈൻ രീതികളിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ദേ ആർ യുവർ പാരൻസ്. ലൈക്ക് നമ്മൾ ഒരാളെ കൊന്നാൽ പോലും ലോകത്ത് നമ്മളെ ഇപ്പോൾ ഏറ്റവും പാർട്ട്ണറാവട്ടെ ബെസ്റ്റ് ഫ്രണ്ട് ആവട്ടെ എല്ലാവരും നമ്മളെ വേണ്ടാന്ന് വെക്കും എക്സെപ്റ്റ് യുവർ പാരൻസ്. നിങ്ങളെ പാരൻസ് മാത്രമേ നിങ്ങളെ സ്വീകരിക്കുള്ളൂ. എന്ന് വെച്ചാൽ അത്രയും ലോകത്ത് ചെയ്യാൻ പാടില്ലാത്ത അത്രയും മോശം സംഭവമായിട്ടുള്ള ഒരാളെ കൊല ചെയ്യുക പറയുന്ന സംഭവം ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങളെ പാരൻസ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒബ്വിയസ്ലി ആൻഡ് ഡെഫിനറ്റ്ലി 100% ഇവൻച്വലി ദേ വിൽ സപ്പോർട്ട് യു. അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ എവറിത്തിങ് വിൽ ചേഞ്ച്. ലൈക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തവ്യാന്ന് പേരിടാൻ കാരണം. കാരണം അത്രയും ഒരു എന്താ പറയുക അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് സപ്പോർട്ടാണ് എവറി ഡേ എനിക്ക് കിട്ടുന്നത്. എഗെയിൻ നേരത്തെ ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്ന പോലെ തന്നെ ആസ് എൻ എംപ്ലോയർ എടുക്ക് ഞാൻ ചിന്തിച്ചു പോകും അറിയാതെ. അത്രയും ലാക്ക് ഓഫ് എംപ്ലോയീസ് നമുക്കൊരു ആവശ്യ സമയത്ത് ഇല്ലാണ്ടാവുമ്പോൾ ഇനി ബോയ്സിനെ എടുത്താലോ, നമുക്ക് ബോയ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് എടുത്താലോ എന്ന് ചില സമയങ്ങളിൽ നമ്മൾ അത്രയും ഒരു കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ അറിയാതെ ചിന്തിച്ചു പോവും. അതെന്തുകൊണ്ടാണ്? സൊസൈറ്റി കാരണമാണ്. അപ്പോൾ സൊസൈറ്റി നമ്മളെപ്പോഴും പിടിച്ച് നിർത്താൻ നോക്കും. ഇപ്പോഴും അങ്ങനെ ഉണ്ട്. ഇപ്പം എൻ്റെ സ്റ്റാഫുകൾ ഇപ്പോഴും ചിലരൊക്കെ ഓൺ ടൈം പോകണം. പിന്നെ അവരെ നമ്മൾ ഒരിക്കലും നിങ്ങൾ ഓൺ ടൈം പോകണം പറഞ്ഞിട്ട് നമുക്കങ്ങനെ, കാരണം ഞാനും ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയ ആളാണ്. അപ്പം എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് വെച്ചാൽ ലൈക്ക് ഇവൻച്വലി എല്ലാവരും ലൈക്ക് അത്രയും സീനായിരിക്കും എന്ന് അറിയാം, പക്ഷേ ഇവൻച്വലി എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ലൈക്ക് ഓൾവേസ് ടെൽ യുവർ സെൽഫ് ഞാൻ ആരെയും കൊല്ലാൻ പോവല്ല, ഡ്രഗ്സ് ചെയ്യാൻ പോവല്ല, ഐ എം ഡൂയിങ് ദിസ് ഫോർ ദ റൈറ്റ് റീസൺ, സോ കീപ് ഗോയിങ്. ഇവൻച്വലി എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ലൈക്ക് ആ ഒരു സമയം ഭയങ്കര ഹാർഡ്ഷിപ്പായിരിക്കും, പക്ഷേ ഇവൻച്വലി ഒക്കെ വിൽ ഫോൾ ഇൻ ടു റൈറ്റ് പ്ലേസസ്. Thanks for a great time. Thank you.